السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم اجعل حبك أحب إلينا من أنفسنا. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. رب زدنا علما نافعا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. അൽഹംദുലില്ലാ. നമ്മൾ കഴിഞ്ഞ ദിവസം 101 ആയത്ത് വരെയാണ് കവർ ചെയ്തത്. ഇന്ന് 102. അൽഹംദുലില്ലാ. നമ്മൾ ആദ്യത്തെ ആയത്തുകളൊക്കെ കവർ ചെയ്യുമ്പോൾ 1 മുതൽ 5 വരെ ഒക്കെ പറയുമ്പോൾ ബക്കറ മുഴുവനും എന്നൊക്കെ ചിന്തിക്കുമ്പോൾ വലിയൊരു ഭാരമായിട്ട് തോന്നിയിട്ടുണ്ടാവും. ഫസ്റ്റ് ജ്യൂസ് നമ്മൾ ഏകദേശം കംപ്ലീറ്റ് ആവാറായില്ലേ, കുറച്ച് ആയത്തുകളും കൂടെ ബാക്കിയുള്ളൂ. ഇനി അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് അർത്ഥങ്ങളും ഒരുപാട് ഡീറ്റെയിൽസ് ആയിട്ട് പറയേണ്ട ആവശ്യമില്ലാത്തൊരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. കുറേ വാക്കുകളുടെ റൂട്ട് ലെറ്റേഴ്സ് ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം. വാക്കുകളൊക്കെ അധികവും റിപ്പീറ്റഡ് ആണ്, അല്ലെങ്കിൽ അതിന്റെ ഡിഫറെന്റ് ഫോംസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്യാണ് അല്ലേ. അപ്പം ഇനി കുറച്ച് ഫാസ്റ്റ് ആയിട്ട് നമുക്ക് പോകാൻ പറ്റും ഇൻഷാ അള്ളാ. അപ്പം ഓൾമോസ്റ്റ് ഫസ്റ്റ് ജ്യൂസ് കഴിയാനായി അൽഹംദുലില്ലാ. അപ്പം ആകെ നമ്മളെ സൈഡിൽ നിന്ന് വേണ്ടത് നമ്മൾ എന്താ പറയുക, ഡിറ്റർമിൻഡ് ആയിരിക്കും. എന്തെന്നെ സംഭവിച്ചാലും ഇതിൽ നിന്ന് മാറൂല എന്ന് തീരുമാനിക്കുക. അപ്സ് ആൻഡ് ഡൗൺസ് വരും ലൈഫിൽ, തിരക്കുകൾ വരും, ചില പ്രയാസങ്ങളിൽ നമ്മൾ മുമ്പ് പഠിച്ച് ക്ലാസ് അറ്റൻഡ് ചെയ്ത് എക്സാം എഴുതിയ പോലെ എഴുതാൻ പറ്റാതെ വരും. എന്തെന്നെ സംഭവിച്ചാലും മാറൂല എന്നുള്ള കാര്യം തീരുമാനിക്കുക. അള്ളാഹിൻ്റെ അടുത്ത് സഹായം തേടിക്കൊണ്ടേയിരിക്കുക. ഇൻഷാ അള്ളാ അള്ളാഹിൻ്റെ തൗഫീഖോട് കൂടി നമുക്ക് നമ്മളെ ഡെസ്റ്റിനേഷനിലെ ഖുർആൻ മുഴുവനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും അതനുസരിച്ച് മരണം വരെ ജീവിച്ച് അള്ളാഹിന്റെ തൃപ്തി നേടി മരിക്കാനുള്ള തൗഫീക്ക്, അതുപോലെ അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുള്ള തൗഫീക്ക് റബ്ബ് നമുക്ക് എല്ലാവർക്കും തരട്ടെ. ആമീൻ. ഇന്ന് നമുക്ക് 102 ആയത്താണ്. പക്ഷെ 102 ആയത്ത് മുഴുവൻ എടുക്കുന്നില്ല. ഒന്നാമത് തന്നെ നോട്ട്സ് മുഴുവൻ ഇല്ല. പറ്റുന്നിടത്തോളം നമുക്കിന്ന് തീർക്കാം. ബാക്കി അടുത്ത ക്ലാസ്സിൽ 102ഉം 103ഉം എടുത്തിട്ട് ലെസൺസും കൂടെ പറയാം. ഓക്കെ, കുറച്ച് വലിയൊരു ആയത്താണ്, പ്ലസ് കുറച്ച് ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ പറയാനും ഉണ്ട് ഈ ആയത്തിൽ ഇൻഷാ അള്ളാ. അപ്പം 102 ആയത്ത്, വത്തബഉ മാ തത്ലു ശയാത്വീനു അലാ മുൽക്കി സുലൈമാൻ വമാ കഫറ സുലൈമാനു വലാകിന്ന ശയാത്വീന കഫറു. സുലൈമാൻ നബിയുടെ രാജവാഴ്ചയുടെ രഹസ്യം എന്ന പേരിൽ പിശാചുകൾ പറഞ്ഞു പരത്തിക്കൊണ്ടിരുന്നത് അവർ, അതായത് ബനു ഇസ്രായേലിയർ, പിൻപറ്റുകയും ചെയ്തു. സുലൈമാൻ നബി ദൈവനിഷേധം കാണിച്ചിട്ടില്ല. എന്നാൽ ജനങ്ങൾക്ക് മാന്ത്രിക വിദ്യ പഠിപ്പിച്ചുകൊണ്ട് പിശാചുകളാണ് ദൈവനിഷേധത്തിൽ ഏർപ്പെട്ടത്. يعلمون الناس السحر وما أنزل على الملكين ببابل هاروت وماروت وما يعلمان من أحد حتى يقولا إنما نحن فتنة فلا تكفر. ബാബിലോണിൽ ഹാറൂത്ത് എന്നും മാറൂത്ത് എന്നും പേരുള്ള 2 മലാഖമാർക്ക് ലഭിച്ചതിനെയും പറ്റി പിശാചുകൾ പറഞ്ഞുണ്ടാക്കിക്കൊണ്ടിരുന്നത് അവർ പിന്തുടർന്നു. എന്നാൽ ഹാറൂത്തും മാറൂത്തും ഏതൊരാൾക്ക് പഠിപ്പിക്കുമ്പോഴും ഞങ്ങളുടേത് ഒരു പരീക്ഷണം മാത്രമാകുന്നു. അതിനാൽ ഇതുപയോഗിച്ച് ദൈവനിഷേധത്തിൽ ഏർപ്പെടരുത് എന്ന് അവർ പറഞ്ഞു കൊടുക്കാതിരുന്നില്ല. فيتعلمون منهما ما يفرقون به بين المرء وزوجه وما هم بضارين به من أحد إلا بإذن الله. അങ്ങനെ അവരിൽ നിന്ന് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഭിന്നത ഉണ്ടാക്കുവാനുള്ള തന്ത്രങ്ങൾ ജനങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അള്ളാഹുവിന്റെ അനുമതി കൂടാതെ അതുകൊണ്ട് യാതൊരാൾക്കും ഒരു ദ്രോഹവും ചെയ്യാൻ അവർക്ക് കഴിയില്ല. فيتعلمون ما يضرهم ولا ينفعهم ولقد علموا لمن اشتراه ما له في الآخرة من خلاق ولبئس ما شروا به أنفسهم لو كانوا يعلمون. അവർക്ക് തന്നെ ഉപദ്രവം ഉണ്ടാക്കുന്നതും ഒരു പ്രയോജനവും ചെയ്യാത്തതുമായ കാര്യങ്ങളാണ് അവർ പഠിച്ചുകൊണ്ടിരുന്നത്. ആ വിദ്യ ആർ വാങ്ങി കൈവശപ്പെടുത്തിയോ അവർക്ക് പരലോകത്ത് യാതൊരു വിഹിതവും ഉണ്ടാവില്ലെന്ന് അവർ ഗ്രഹിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ ആത്മാവുകളെ വിറ്റ് അവർ വാങ്ങിയ വില വളരെ ചീത്ത തന്നെ, അവർക്ക് വിവരമുണ്ടായിരുന്നെങ്കിൽ. വാക്കർത്ഥം നോക്കാം. വത്തബഉ അവർ പിൻപറ്റുകയും ചെയ്തു. വ പ്ലസ് ഇത്തബഉ ആണ്. ഇത്തബഉ ഖാലു ഫഅലു ഫോമാറ്റ് ആണ്. അവർ. ഓക്കെ, തബഐൻ. മാ യാതൊന്ന്, തത്ലു അവർ പിന്തുടരുന്നു,
ത, ല, വാവ് ഇതൊക്കെ മുമ്പ് കണ്ടിട്ടുള്ള വാക്കുകളൊക്കെ തന്നെയാണ് ഇതിന്റെ വേറെ ഫോമാറ്റുകളിൽ. അഷയാത്തീനു പിശാചുക്കൾ, ഷെയ്ത്താനുകൾ, ഷീൻ തോനൂൻ. അല മുൽക്കി രാജ്യത്വത്തിന്റെ പറ്റി, രാജ്യത്വത്തിന്റെ മേൽ. സുലൈമാന സുലൈമാന്റെ. വമാ ഖഫറ സുലൈമാനു സുലൈമാൻ അലൈഹിസ്സലാം സത്യം നിഷേധിച്ചിട്ടില്ല. കഫറ അവിശ്വസിച്ചിട്ടില്ല, നിഷേധിച്ചിട്ടില്ല. വലകിന്ന എന്നാൽ അഷയാത്തീന ഷെയ്ത്താൻ പിശാചുക്കൾ, കഫറു അവർ നിഷേധിച്ചു, കഫറു ഫഅലു അതൊക്കെ ഓർമ്മ വരാം. ഓക്കെ. യുഅല്ലിമൂന അവർ പഠിപ്പിച്ചുകൊണ്ട്. യുഅല്ലിമൂന എന്ന് പറയുന്നത് മുദാരിഅണ്. നമ്മൾ മുദാരിയിലേക്ക് പോകാൻ പോകുന്നേ ഉള്ളൂ. അന്നാസ മനുഷ്യർക്ക്. അസ്സിഹ്റ സെഹ്ർ അല്ലെങ്കിൽ മാജിക്. വമാ ഉൻസില യാതൊന്ന് ഇറക്കപ്പെട്ടു അതും. അലൽ മലക്കൈനി ആ രണ്ട് മലക്കുകൾക്ക്. മലക്കൈനി എന്ന് കാണാം. മലക്ക്, മലക്കിന്റെ പ്ലൂരൽ മലായിക്ക. രണ്ട് മലക്ക് വരുമ്പോഴാണ് മലക്കൈനി. മലക്കാനി ആനി അല്ലെങ്കിൽ എയ്നി. ഓക്കെ. നീ അല്ലെങ്കിൽ ആ നീ എന്ന് വരുമ്പം അതിന്റെ അർത്ഥം ആ ഒരു എന്താണോ എന്തിനെ കുറിച്ച് ഏത് ഇസ്മിനെ കുറിച്ചാണോ പറയുന്നത് അത് ഡ്യുവലാണ്, രണ്ടാണ്. ഓക്കെ. അലൽ മലക്കൈനി ഇവിടെ രണ്ട് മലക്കുകൾ. ഓക്കെ. ആ രണ്ട് മലക്കുകളുടെ മേൽ. ബിബാബില ബാബിലോണിയയിൽ. ഹാറൂത്ത് ഹാറൂത്ത് വമാറൂത്ത് മാറൂത്ത്. വമാ യുഅല്ലിമാനി അവർ രണ്ടുപേരും പഠിപ്പിച്ചു കൊടുത്തിരുന്നില്ല. ആനി മനസ്സിലല്ലേ? ആനി ഏനി. അപ്പം ആനി ഏനി എല്ലാം അവസാനിക്കുമ്പോൾ അത് ആ ഒരു വാക്കിന്റെ വാക്കിൽ ഉൾപ്പെട്ടതല്ല എന്നുണ്ടെങ്കിൽ അത് ഡ്യുവൽ കാണിക്കാൻ വേണ്ടിയിട്ട്, രണ്ട് കാണിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. നമുക്കത് പിന്നീട് കാണാം ഇൻഷാ അല്ലാഹ്. വമാ യുഅല്ലിമാനി അവർ രണ്ടുപേരും പഠിപ്പിച്ചു കൊണ്ടിരുന്നില്ല. മിൻ അഹദിൻ ആർക്കും. ഹത്താ യഖൂല ഹത്ത വരെ. യഖൂല ഇത് ഇതേപോലെ ഡബിൾ ആണ്. ഖാല നമ്മൾ പഠിച്ചപ്പം ഡബിളൊക്കെ ഒഴിവാക്കിയിട്ടാണ് പഠിച്ചത്. ഇൻഷാല്ല നമുക്ക് ഒരു റൗണ്ട് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് നമുക്ക് ഡബിളും കൂടെ എടുത്തിട്ട് പഠിക്കണം. ഇപ്പൊ നമ്മൾ സിംഗിളും പ്ലൂറലും, അതായത് ഹുവയും ഹുമ്മും മാത്രമേ എടുത്തിട്ടുള്ളൂ. ഹുമ എന്നുള്ള കാര്യം വിട്ടിട്ടാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. എളുപ്പത്തിന് വേണ്ടിയാണ്. വളരെ ഗ്രാമർ തീരെ ടച്ച് ചെയ്തിട്ടില്ലാത്ത ബിഗിനേഴ്സിന് വേണ്ടി ആയതുകൊണ്ടാണ് നമ്മൾ അതൊക്കെ ഒഴിവാക്കിയത്. ഇൻഷാല്ല ഡബിൾ രണ്ട് പേരെ കുറിച്ച് പറയുന്ന ഇസ്മുകളും ഫേലുകളും ഒക്കെ നമുക്ക് ഇൻഷാല്ല ഒരു റൗണ്ടും കൂടെ കഴിഞ്ഞിട്ട് വരാം, അതും കൂടെ പഠിക്കാം. ഓക്കെ. ഹത്താ യഖൂല എന്ന് പറയുമ്പം അവർ രണ്ടുപേരും പറയുന്നത് വരെ. ഇന്നമാ നഹ്നു നിശ്ചയമായും ഞങ്ങൾ ഫിത്നതുൻ ഫിത്നയാണ്, ഒരു പരീക്ഷണമാണ്. ഫതനൂൻ ഫലാ തക്ഫുർ അതിനാൽ നിങ്ങൾ നിഷേധിക്കരുത്. ഫയതഅല്ലമൂന അങ്ങനെ അവർ പഠിച്ചു വന്നു. ഓക്കെ. ഐൻ ലാം മീം. മിൻഹുമ മിൻ നിന്ന്, ഹുമ അവർ രണ്ടുപേർ. ഓക്കെ. ആ രണ്ടുപേരിൽ നിന്ന്. മാ യാതൊന്ന്. യുഫർരിഖൂന അവർ ഭിന്നിപ്പിക്കുന്നു, ഭിന്നിപ്പിക്കുക. ഫറഖ ഫറഖഫ് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള റൂട്ടാണ്. ബിഹി അതുകൊണ്ട്. ബൈനൽ മർഇ ഒരു പുരുഷന് ഇടയിൽ അല്ലെങ്കിൽ ഒരാൾക്ക് ഇടയിൽ. വസൗജിഹി അവന്റെ ഇണയ്ക്കും. ഓക്കെ. ഒരു പുരുഷനും അവന്റെ ഇണയ്ക്കും ഇടയിൽ. വമാഹും അവരല്ലതാനും. ബിദോരീന ഉപദ്രവം ഏൽപ്പിക്കുന്നവർ. ദൊറോർ ദോദ് റോ റോ. ഓക്കെ. ബിഹി അതുകൊണ്ട്. മിൻ അഹദിൻ ഒരാൾക്കും. ഇവിടെ മീനിങ് കോപ്പി ചെയ്തിട്ടില്ല. ഒരാൾക്കും. ഇല്ല അല്ലാതെ. ബിഇദ്നില്ല അള്ളാഹുവിന്റെ അനുമതി. ഓക്കെ. അള്ളാഹുവിന്റെ അനുമതി കൂടാതെ. വയതഅല്ലമൂന അവർ പഠിക്കുന്നു. മാ യാതൊന്ന്. യദുറുഹും യദുറു വീണ്ടും ദോദ് റോ റോ അത് അവരെ ഉപദ്രവിക്കുന്നു. വലയം ഫഅഹും അവർ അത് അവർക്ക് ഉപകാരം ചെയ്യുന്നതുമല്ല. നൂൻ ഫ ഐൻ. ഓക്കെ. യം ഫഉ ഹും. ഓക്കെ. അത് അവർക്ക് ഉപകാരം ചെയ്യുന്നതുമല്ല. നമ്മൾ ഇത്രയും ആണ് ഇന്ന് പറയുന്നത്. ഈ ആയത്തിന് ഒരു ചെറിയൊരു പാർട്ടും കൂടെ ബാക്കിയുണ്ട്. അത് ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ അതും അടുത്ത ആയത്തും ചേർത്ത് പറഞ്ഞ് അതിന്റെ ലെസൺസും നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇൻഷാല്ലാ. ഇന്ന് നമുക്ക് ഇത്രയും പറയാം. തഫ്സീറിലേക്ക് പോവാം. വത്തബഉ മാ തത്ലു ഷയാതീനു അലാ മുൽക്കി സുലൈമാൻ. അപ്പം അവര് പിന്തുടർന്നു എന്ത്?
മാ തത്ലു ഷയാത്തീനോ, ഷെയ്ത്താനുകൾ എന്താണോ ചെയ്തത്, എന്താണോ ഫോളോ ചെയ്തത്, അതിനെ അവർ ഫോളോ ചെയ്തു. ഓക്കെ, എപ്പം എവിടെ? ഇൻ ദ കിങ്ഡം ഓഫ് സുലൈമാൻ, അല മുൽക്കി സുലൈമാൻ അലൈഹിസ്സലാമിന്റെ രാജവാഴ്ചയില് അവര് ഷെയ്ത്താൻ എന്താണോ ചെയ്തത്, ആരെ കുറിച്ച് ഇവിടെ പറയുന്നത്? ബനി ഇസ്രായേലിനെ കുറിച്ച് അല്ലെ. അവര് ഷയാത്തീൻ എന്താണോ ചെയ്തത് അത് തന്നെ അവരും പിന്തുടർന്നു. കഴിഞ്ഞ ആയത്തുകളിൽ നമ്മൾ പറഞ്ഞിരുന്നു അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഗ്രന്ഥം അല്ലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഴി അവരിലേക്ക് ഇറക്കിയപ്പം എന്തായിരുന്നു അവരുടെ റിയാക്ഷൻ? അവര് അതിനെ വലിച്ചെറിയായിരുന്നു അല്ലെ. അവരുടെ പിൻഭാഗത്തേക്ക് അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയുകയില്ല എന്നുള്ള മട്ടില് ഈവൻ അവരുടെ ഗ്രന്ഥങ്ങളിൽ വന്ന അടയാളങ്ങളും അല്ലെങ്കിൽ സൂചനകൾ പോലും അവർ മായ്ച്ചു കളഞ്ഞിട്ട് ഇതിനെക്കുറിച്ച് നമുക്കൊന്നും അറിയേയില്ല എന്നുള്ള ഭാവേന അവര് അള്ളാഹുവിന്റെ ഗ്രന്ഥത്തെ പിന്നോട്ട് വലിച്ചെറിയായിരുന്നു. അപ്പം അവര് എന്താണ് പിന്തിരിഞ്ഞ് നിൽക്കുക, ഒരു അറ്റൻഷനും ഒരു ശ്രദ്ധയും ഒരു പരിഗണനയും കൊടുക്കാതെ അതിനെ കംപ്ലീറ്റ് ആയിട്ട് അവഗണിക്കുക ആണ് അവര് ചെയ്തത് അല്ലെ. അവര് ഇനി ഒരിക്കലും അതിലേക്ക് തിരികെ പോലും ഇല്ല എന്നുള്ള രീതിയിൽ അവരുടെ പിൻഭാഗത്തേക്കാണ് അതിനെ വലിച്ചെറിഞ്ഞത്. അതായത് നമ്മൾ പറഞ്ഞു റോദ് അല്ലെ, റോദ് എന്ന് പറഞ്ഞാൽ മാനസികമായിട്ടും യാതൊരു ഇൻട്രസ്റ്റും ഇല്ലാത്ത രീതിയിൽ അതിൽ നിന്ന് തിരിഞ്ഞു കളയുകയാണ് ചെയ്തത്. എന്തുകൊണ്ടാണ് അവര് ചെയ്തത് ഇപ്രകാരം ചെയ്തത് എന്നുള്ളത്? ഓക്കെ, നമ്മൾ മുമ്പുള്ള ആയത്തുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതൊരാളും അള്ളാഹു സുബ്ഹാനഹു തആലയുടെ എന്തൊരു കൽപ്പനയും, ഒരു കുഞ്ഞു കൽപ്പനയാണെങ്കിൽ പോലും അത് അനുസരിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് മനസ്സിൽ ഓക്കെ ഇത് ഞാൻ അനുസരിക്കൂല അല്ലെങ്കിൽ ഇതിൽ എനിക്ക് താല്പര്യമില്ല എന്ന് തീരുമാനിക്കുന്നുണ്ടെങ്കിൽ, അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ നിന്ന് അവൻ ഏതെങ്കിലും രീതിയിൽ തിരിഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താണ്? അവന്റെ ഹൃദയത്തില് ഒരു പശുക്കുട്ടി ഉണ്ട് അല്ലെ. നമ്മൾ പറഞ്ഞിരുന്നു ഉഷ്രിബു അല്ലെ, ഹൃദയം കുടിച്ചിട്ടുണ്ട് എന്തിനെ? ഒരു പശുക്കുട്ടിയെ. അപ്പം എന്തോ ഒരു സാധനം അവരുടെ ഹൃദയങ്ങളിൽ കുടിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ അവരുടെ ഹൃദയങ്ങളെ അബ്സോർബ് ചെയ്ത് അതിനകത്ത് കുതിർന്നിരിക്കുന്നത് കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ എന്തെങ്കിലും ഒരു കൽപ്പന, ഏത് കൽപ്പന ആയിക്കോട്ടെ, അത് ചെയ്യൂല എന്ന്. അതായത് നമ്മളെപ്പോഴും പറയുമ്പോൾ ഒരു കാര്യം പറയാറുണ്ട്, ചിലർക്ക് ചില കൽപ്പനകൾ ചെയ്യണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടാവും, ശ്രമിക്കുന്നുണ്ടാവും, ദുആ ചെയ്യുന്നുണ്ടാവും, അതിനകത്തേക്കൂട്ട് എത്തിയിട്ടുണ്ടാവില്ല. അതിന് അള്ളാഹുവിന്റെ തൗഫീക്ക് തന്നെ വേണം. അത് വേറെ തന്നെ ഒരു വശമാണ്. പക്ഷേ ചിലരുണ്ട് ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഇത് ഞാൻ ചെയ്യൂല, അല്ലെങ്കിൽ ഇതെനിക്ക് വേണ്ട, അല്ലെങ്കിൽ ഇതിനെ ഇഗ്നോർ ചെയ്യുക, ശ്രദ്ധിക്കാതെ ഇരിക്കുക, അള്ളാഹ് അങ്ങനെ കൽപ്പിച്ചോട്ടെ, അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല എന്നുള്ള രീതിയിൽ കേട്ടിട്ടും അതിനെ ഇഗ്നോർ ചെയ്യാം. അങ്ങനെയുള്ളതിന്റെ റീസൺ എന്ന് പറയുന്നത് അവരുടെ ഹൃദയങ്ങളിൽ എന്തോ ഒരു പശുക്കുട്ടി അല്ലെ, എന്തോ ഒരു കാര്യം അവരുടെ ഹൃദയങ്ങളെ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതാണ് അവരുടെ ശ്രദ്ധ മുഴുവനും ആകർഷിച്ചിട്ടുള്ളത്. അതിനകത്ത് അവൻ അങ്ങ് മുഴുകിയിരിക്കുകയാണ്, അതിനോട് അവന് ഭയങ്കര ഹുബ്ബായിട്ട് മാറിയിട്ടുണ്ട്, ഭയങ്കര ഇഷ്ടമായിട്ട് മാറിയിട്ടുണ്ട്. അത്രയും ഇഷ്ടം അതിനോടുള്ളത് കൊണ്ട് ശരിയാണ് അല്ലെങ്കിൽ ഇന്നതാണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലായി കഴിഞ്ഞാലും, അള്ളാഹുവിന്റെ കൽപ്പന ഇന്നതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാലും അവനത് മൈൻഡ് ചെയ്യുന്നില്ല. കാരണം വേറെ എന്തോ അല്ലെ, ഓരോരുത്തർക്ക് ഓരോന്നാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഇതൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞപ്പം ഇതിലൂടെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പോയതാണ്. എല്ലാവരും അവനവനെ അനലൈസ് ചെയ്തതാണ് അല്ലെ, എന്താണ് എന്റെ ഹൃദയത്തിൽ ഇതുപോലെ അബ്സോർബ്ഡ് ആയിട്ടുള്ള കാര്യം. ഏറ്റവും ചെറിയ ഉദാഹരണം, ഏറ്റവും ചെറുതല്ല, വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഉദാഹരണം തന്നെയാണ് അല്ലെ. ബാങ്ക് കേൾക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഫോണിനകത്ത് ഇങ്ങനെ ടച്ച് ചെയ്ത് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പം അള്ളാഹു അക്ബർ, എല്ലാത്തിനേക്കാളും വലുതാണ് അള്ളാഹു എന്ന് കേട്ടാലും മനസ്സിലായാലും അല്ലെ അറിഞ്ഞാലും അത് നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മൾ ഇതിനകത്ത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളുടെ ഹൃദയത്തിൽ അപ്പം അബ്സോർബ്ഡ് ആയിട്ടുള്ള കാര്യം എന്താണ്? ഈ എന്റർടൈൻമെന്റ് എന്താണോ നമ്മൾ അവിടെ ചെയ്യുന്നത്, എന്തിനാണോ നമ്മൾ സ്ക്രോൾ ചെയ്യുന്നത്, ഓർ നമ്മുടെ നെഫ്സിന്റെ കംഫർട്ട്, ഞാൻ റെസ്റ്റ് എടുക്കുകയാണ്, ഞാൻ ഇത് ചെയ്യാണ്, ഇതിനേക്കാളും വലുതൊന്നും അല്ല അല്ലാഹു അക്ബർ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹൽ അദീം. നമ്മളെല്ലാവരും ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങളുടെ ദിവസവും കടന്നു പോകുന്നവരാണ്. അപ്പൊ നമ്മളുടെയൊക്കെ ഹൃദയങ്ങളിൽ ഇപ്പോഴും 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 അള്ളാഹ്ക്ക് മേലെ കുടിച്ചു പോയിട്ടുള്ള അബ്സോർബ്ഡ് ആയിട്ടുള്ള പലതുണ്ട്. നമ്മളുടെ ഒക്കെ ഹൃദയങ്ങളിൽ ഷിർക്ക് അല്ലെ, അള്ളാഹ്ക്ക് മേലെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പലതും ഉണ്ട്. അതിപ്പോ ഇതൊരു ഉദാഹരണം പറഞ്ഞേ ഉള്ളൂ. പലപ്പോഴും നമുക്ക് നമ്മുടെ കുടുംബങ്ങള്, മക്കള് ഒക്കെ പലപ്പോഴും അള്ളാഹിന്റെ മേലെ നിൽക്കാറുണ്ട്, അള്ളാഹിന്റെ കൽപ്പനകളുടെ മേലെ. അതായത് അള്ളാഹിന്റെ കൽപ്പനകളെ നിരസിച്ചു അല്ലെങ്കിൽ തിരസ്കരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അനുസരണക്കേട് കാണിച്ചുകൊണ്ട് നമ്മൾ വേറെ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട് അല്ലെ. അപ്പം ബനൂ ഇസ്രായേലിന്റെ റീസൺ എന്തായിരുന്നു? അവർ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഗ്രന്ഥത്തിൽ നിന്ന് തിരിയാനുള്ള റീസൺ എന്തായിരുന്നു? കാരണം തൊട്ടുമുമ്പ് നമ്മൾ അതാ പറഞ്ഞല്ലേ, അവരതിനെ വലിച്ചെറിഞ്ഞിട്ട്
അവരതിൽ നിന്ന് എറാത് കാണിച്ച് നിന്നവരായിരുന്നു അല്ലെ. അപ്പൊ എന്തായിരുന്നു അവരുടെ റീസൺ, എന്തായിരുന്നു അവരുടെ ഇൻട്രസ്റ്റ്? ഓക്കെ, അവർ വേറെ എന്തിലോ അവരുടെ ഹൃദയങ്ങൾ മുഴുകിയിട്ടുണ്ടായിരുന്നു. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഹൃദയം ഒരു പോയിന്റിൽ, അവരുടെ ഹിസ്റ്ററി അല്ലെ, ബനൂ ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഒരു പോയിന്റിൽ അവരെന്തിലാണ് കൂടുതൽ ഓക്യുപ്പൈഡ് ആയിട്ടുള്ളത്, എന്തായിരുന്നു അവരുടെ ഇൻട്രസ്റ്റ്, എന്ത് ഇൻട്രസ്റ്റ് ആണ് അവരെ അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ നിന്ന് തിരിച്ചു കളഞ്ഞത് എന്നുള്ള ഒരു കാര്യത്തിലേക്ക് നമ്മളുടെ ശ്രദ്ധ കൊണ്ടുവരികയാണ്. ഇപ്പോഴും ബനൂ ഇസ്രായേലിനെ കുറിച്ച് പറയുമ്പോൾ അതുപോലെ പലതും നമ്മുടെയൊക്കെ ജീവിതത്തിൽ, നമ്മളുടെയൊക്കെ ഹൃദയത്തിലുള്ള അഴിച്ചിലുകളാണ് എന്നുള്ളത് നമ്മൾ പ്രത്യേകം ചിന്തിക്കുക. ബനൂ ഇസ്രായേലിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അവർ വല്ലാത്ത ടീമാണ് എന്ന് പറഞ്ഞ് താടിക്ക് കൈവച്ചിരിക്കാതെ, ഞാൻ എൻ്റെ ചരിത്രത്തിൽ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എന്താണ് അള്ളാഹിന്റെ ഗ്രന്ഥത്തിൽ നിന്ന് എന്നെ തിരിച്ചു കളയുന്നതെന്ന് ചിന്തിക്കുക, അതിനു വേണ്ട സ്റ്റെപ്പുകൾ എടുക്കുക, മാറ്റാൻ വേണ്ട ട്രയൽസ് നടത്തുക, ദുആ ചെയ്യുക. ഓക്കെ, അപ്പം ബനൂ ഇസ്രായേലിന്റെ കാര്യത്തിൽ ഈ ഒരു പോയിന്റിൽ അവരുടെ സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ രാജവാഴ്ചയുടെ സമയത്ത് അവരുടെ പ്രശ്നം എന്തായിരുന്നു, അവരുടെ അഴിൽ എന്തായിരുന്നു, മാജിക് ആയിരുന്നു. അവർക്ക് അള്ളാഹിന്റെ ഗ്രന്ഥത്തിനോടുള്ള ഇഷ്ടത്തിനേക്കാളും, അവരുടെ ആ സമയത്ത് അള്ളാഹിന്റെ ഗ്രന്ഥം എന്ന് പറയുന്നത് അവരുടെ സ്ക്രിപ്ചറാണ്, അതായത് തൗറാത്താണ്. അതിനോടുള്ള ഇഷ്ടത്തിനേക്കാളും അവർക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് എന്തിലായിരുന്നു, മാജിക്കിലായിരുന്നു. അള്ളാഹിന്റെ ദീനിനേക്കാളും അവർക്ക് ഇഷ്ടം മാജിക്കിലായിരുന്നു. സുബ്ഹാനല്ലാഹ്. വെറുതെ അന്നത്തെ മാജിക്കിലേക്കൊന്നും പോകണ്ടേ, ഇപ്പൊ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പൊ തന്നെ ആൾക്കാർക്ക് ഇതുപോലെ മാജിക് പോലത്തെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്താ ഒരു ഭയങ്കര റിസൾട്ട് ഉണ്ടാക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ കണ്ണിന് കുളിർമ തരുന്ന ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അട്രാക്ഷൻ തന്നെയാണ് അല്ലെ. ഒരു ഷോ, മാജിക് ഷോ ഒക്കെ ഉണ്ടെങ്കിൽ സുബ്ഹാനല്ലാഹ്, അതിനോട് ആൾക്കാർക്ക് അട്രാക്ഷൻ തന്നെയാണ്. ഇപ്പം ഒന്ന് ആലോചിച്ച് നോക്കാം, നമ്മളിപ്പോ ഒരു ഫാമിലിയിൽ ഒരു ഗെറ്റ് ടുഗെദറിലൊക്കെ പോവാണ്, അവിടെ നമ്മളെ കസിൻസും എല്ലാവരും ഉണ്ടാവില്ലേ, റിലേറ്റീവ്സ് ഒക്കെ ഉണ്ട്. നമ്മൾ ഖുർആനിൽ പഠിച്ച എന്തൊക്കെയോ കാര്യങ്ങൾ അവരടുത്ത് പറഞ്ഞു കൊടുക്കണം എന്നുണ്ട്. അതേസമയം വേറൊരു കസിനോ ആരെങ്കിലും ആവട്ടെ, അവരവിടെ നിന്ന് വേറെ ഇതുപോലെ എന്തെങ്കിലും മാജിക് പോലത്തെ എന്തെങ്കിലും, അല്ലെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാപ്റ്റിവേറ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് സംസാരിക്കാനുണ്ടെങ്കിൽ ആളുകൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് എന്തിനോടായിരിക്കും, അതിനോടായിരിക്കും. ആർക്കല്ലേ ഇത്ര ഡ്രൈ ആയിട്ടുള്ള ഖുർആനെ കുറിച്ചൊക്കെ കേൾക്കാൻ താല്പര്യം? സുബ്ഹാനല്ലാഹ്, അള്ളാഹിന്റെ തൗഫീഖ് തന്നെ വേണം അതൊക്കെ, ആ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ വരണമെങ്കിൽ അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം അവർക്ക് കൂടുതൽ താല്പര്യം ഇത്തരത്തിലുള്ള ട്രിക്കുകളെ കുറിച്ച്. ഇനി മാജിക് പോട്ടെ, ഇപ്പം ഒരു പക്ഷെ നമ്മളുടെ ഇടയിൽ കോമൺ അല്ലാത്തൊരു കാര്യമായിരിക്കാം ഇത്. ആരെങ്കിലും ഇപ്പം നമ്മൾ ഒരാളടുത്ത് പറഞ്ഞു കൊടുക്കുക, നിങ്ങളെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഖുർആനിലുണ്ട്, നിങ്ങളുടെ എല്ലാ വിഷമങ്ങൾക്കും പരിഹാരം ഖുർആനിലുണ്ട്, നമുക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. അതേസമയം നമ്മളുടെ ഈ ഒരു ഗെറ്റ് ടുഗെദറിൽ വേറൊരാൾ വന്ന് പറയാം, ഒരു പുതിയ തെറാപ്പി ഉണ്ട്, അത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ക്വിക്കായിട്ട് സ്വിച്ച് ഇട്ട പോലത്തെ റിസൾട്ടാണ്, ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്യുന്ന പോലെ നിങ്ങളെ എല്ലാ പ്രശ്നങ്ങളും മാറും അല്ലെ. ആൾക്കാർ ഏതാ ശ്രദ്ധിക്കുക? ആൾക്കാർ ഏതാ ഇന്നത്തെ കാലത്ത് ശ്രദ്ധിക്കുന്നത് അല്ലെ? നമ്മുടെ ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെയുള്ള തെറപ്പീസാണ്, സ്വിച്ച് ഇട്ട പോലെ ഓഫ് ചെയ്യാൻ പറ്റുന്ന, നമ്മളുടെ മനസ്സിൽ നിന്ന് എല്ലാ പ്രശ്നങ്ങളും ഇങ്ങനെ പ്ലക്ക് ചെയ്തിട്ട് അത് പൂ പറിക്കുന്ന പോലെ പറിച്ചു കളയാന്ന് വാഗ്ദാനം ചെയ്യുന്ന തെറാപ്പികളും പഠനങ്ങളും ആണ് മെജോറിറ്റി ആൾക്കാർക്കും താല്പര്യം അല്ലെ. ഖുർആൻ കൊണ്ടുവന്ന് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ക്വിക്ക് റിസൾട്ട് വേണം, മാജിക് വേണം, അമേസ്മെന്റ്സ് വേണം അല്ലെ, അത്ഭുതങ്ങൾ കാണണം, ഹൈ കിട്ടണം, നമുക്കൊരു ഹൈ ഫീലിംഗ് കിട്ടണം ഹാർഡ് വർക്ക് ചെയ്യാതെ. ഖുർആൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറേ പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ ഇപ്പൊ മാറ്റങ്ങളൊക്കെ വരുത്തി, അതൊക്കെ ഭയങ്കര പ്രയാസമാണ് അല്ലെ. നമ്മളൊക്കെ ഡേ ടു ഡേ ലൈഫിൽ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പലരിടത്തും ഖുർആൻ പറയാൻ പോകുമ്പോൾ സുബ്ഹാനല്ലാഹ്, ഇത് നമ്മളെ മനുഷ്യന്മാരുടെ വീക്ക്നെസ് തന്നെയാണ്. നമുക്ക് ഇതുപോലെയുള്ള കാര്യങ്ങളിലേക്കുള്ള അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മളുടെ നെഫ്സിന്റെ വീക്ക്നെസ് ആണ്. ഓക്കെ, ഇതുപോലെ ഇംപ്രസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണുമ്പം, അല്ലെങ്കിൽ സാധാരണ ആൾക്കാർ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ കാണുമ്പം, അല്ലെങ്കിൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന, പെട്ടെന്ന് അതിന്റെ എന്താ പറയാ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് കാണാൻ പറ്റുന്ന കാര്യങ്ങൾ കാണുമ്പം എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. നമ്മളെ നെഫ്സിന്റെ വീക്ക്നെസ് ആണത്. ഓക്കെ, അപ്പം ആളുകൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അട്രാക്റ്റഡ് ആവുക എന്നുള്ളത് വളരെ എന്താ പറയാ നാച്ചുറൽ ആണ്, കോമൺ ആണ്. ഇനി ഇപ്പം പല ബുക്കുകളൊക്കെ കുട്ടികൾ വായിക്കുന്ന ബുക്സ്, ഒരു സമയത്ത് ഹാരി പോട്ടർ എന്ന് പറഞ്ഞ ബുക്ക് ഭയങ്കര ഫേമസ് ആയിരുന്നു ഒരു ടീനേജ് യൂത്ത് കുട്ടികളുടെ ഇടയിൽ. അതിനകത്ത് ഫുൾ ഇതുപോലത്തെ മാജിക്സും അത്ഭുതങ്ങളുമാണ്. പക്ഷെ അത് കംപ്ലീറ്റ് 100% ഫേക്ക് ആണെന്ന് ഒന്ന് ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്നുള്ളൂ. എന്നാൽ പോലും ഇത്രയധികം വിറ്റഴിഞ്ഞ ഒരു ബുക്ക് ആ സമയത്ത് വേറെ ഉണ്ടായിരുന്നില്ല. അത്രയും കോടിക്കണക്കിന് കോപ്പികളാണ് ഇതിന് വിറ്റഴിഞ്ഞത്. ഈ ബുക്ക് റിലീസ് ചെയ്യാൻ വേണ്ടി കുട്ടികൾ കാത്തിരിക്കുകയായിരുന്നു. അന്നത്തെ ദിവസം തന്നെ എത്രയോ കോപ്പീസ് വിറ്റും ലോകം മുഴുവനും. സുബ്ഹാനല്ലാഹ് അല്ലെ. അപ്പം ഇതാണ് ആൾക്കാർക്ക് വേണ്ടത്. ഈവൻ സിനിമകൾ, ആളുകൾക്ക് സിനിമകൾ കാണാനുള്ള ഇഷ്ടം,
എന്ത് കാര്യമാണെങ്കിലും അതിനകത്ത് എന്താന്ന് വെച്ചാൽ ഒരു ലൈഫാണ് നമ്മൾ കാണുന്നത്, പക്ഷെ പെട്ടെന്നാണ് അവിടെ റിസൾട്ട് വരുന്നത് അല്ലേ. അല്ലെങ്കിൽ വളരെ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എന്താ പ്രേമം, സ്നേഹം, ഇഷ്ടം, കുടുംബം എന്നൊക്കെ പറയുന്നത് നമുക്കറിയാം. ശരിക്കും ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ പ്രേമവും ഇത്രയും 100% പോർട്രേ ചെയ്ത് വെച്ചിരിക്കുന്ന ഭംഗിയൊന്നും ജീവിതത്തിൽ ഉണ്ടാവില്ല അല്ലെ. ഇതൊന്നും റിയലിസ്റ്റിക് അല്ല. എന്നാൽ പോലും ആൾക്കാർക്ക് ഇഷ്ടം അങ്ങനെയുള്ള കാര്യങ്ങൾ കാണാനാണ്, അങ്ങനെയുള്ള കാര്യങ്ങളിൽ സമയം ചെലവഴിക്കാനാണ്. സുബ്ഹാനല്ലാഹ്. കാരണം അത് ഭയങ്കര ഇംപ്രസീവാണ്, പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാവുന്ന കാര്യങ്ങളാണ്, കാണാൻ നല്ല രസമാണ്, ഭയങ്കര ഒരു എന്താ പറയാ മൊമെന്ററി ഹൈ, തൽക്കാലത്തേക്ക് ഒരു ഹൈ ഫീലിംഗ് കിട്ടും ആൾക്കാർക്ക് അല്ലെ. എല്ലാവർക്കും അത് മതി. സുബ്ഹാനല്ലാഹ്. അപ്പം അള്ളാന്റെ ഗ്രന്ഥത്തിനോടുള്ള താല്പര്യം ആൾക്കാർക്ക് ഇല്ലാതിരിക്കാൻ, അല്ലെങ്കിൽ ബനി ഇസ്രായേലിന്റെ സമയത്ത് ഈ ഒരു ഹിസ്റ്ററി, സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ സമയത്ത് അവർക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് എന്തിനോടായിരുന്നു? മാജിക്കിനോടായിരുന്നു, സെഹ്റിനോടായിരുന്നു. കാരണം പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുമല്ലോ അല്ലെ, ഭയങ്കര രസല്ലേ. സുബ്ഹാനല്ലാഹ്. അപ്പം അത് അവരെ അള്ളാഹിന്റെ ഗ്രന്ഥത്തിൽ നിന്ന് മാറ്റിക്കളഞ്ഞിട്ടുണ്ടായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയണ വത്തബഉ, അള്ളാഹിന്റെ ഗ്രന്ഥം ഫോളോ ചെയ്യുന്നതിന് പകരം, അതിന് അറ്റൻഷൻ കൊടുക്കുന്നതിന് പകരം ഇത്തബഉ, എന്ന് പറഞ്ഞാൽ പിന്തുടരുക. പിന്തുടരുക എന്ന് വെച്ചാൽ വളരെ ക്ലോസ് ആയിട്ട് പിന്തുടരുക. ഓക്കെ, എക്സാക്ട്ലി എന്താണോ അവർ ചെയ്യുന്നത് അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. എന്താണോ ചെയ്യാൻ പറഞ്ഞത് അത് തന്നെ ചെയ്യുക. അതിനാണ് ഇത്തബ എന്ന് പറയുന്നത്. നമ്മൾ ഇത്തിബാഉ സുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ ഫോളോ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന വാക്കാണ് ഇത്തിബാ അല്ലെ. ഇത്തിബാഉ സുന്ന എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ റഫായിട്ട് ഏകദേശം നബി ചെയ്ത് എന്തെങ്കിലും കാര്യം ചെയ്യാണോ? അല്ല അല്ലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണോ എങ്ങനെയാണോ ചെയ്തത് അത് തന്നെ ഫോളോ ചെയ്യുന്നതിനാണ് ഇത്തിബാഉ സുന്ന എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വലത് കൈ കൊണ്ടാണ് കഴിച്ചെങ്കിൽ നമ്മൾ വലത് കൈ കൊണ്ട് കഴിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 3 സിപ്പായിട്ടാണ് വെള്ളം ഇറക്കിയതെങ്കിൽ നമ്മൾ ആ സുന്നത്ത് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് 3 സിപ്പായിട്ട് വെള്ളം ഇറക്കുന്നു അല്ലെ. അങ്ങനെ ക്ലോസ് ആയിട്ട് ഫോളോ ചെയ്യുന്നതിനാണ് ഇത്തിബാ എന്ന് പറയുന്നത്. സോ വത്തബഉ, അവര് ഫോളോ ചെയ്തു. എന്താണ് അവർ ഫോളോ ചെയ്തത്? യാതൊന്ന് തത്ലു ഷയാത്തീൻ, ഷെയ്ത്താനുകൾ പിന്തുടർന്ന, ഷയാത്തീൻ പിന്തുടർന്ന കാര്യം, ഫോളോ ചെയ്ത കാര്യം. തത്ലു, ലം വ, തല യത്ലു. തല യത്ലു എന്ന് പറഞ്ഞാൽ എന്തിനെങ്കിലും ഒന്നിനെ പിന്തുടരുക എന്ന് തന്നെയാണ്, എന്തിനെങ്കിലും ഒന്നിന്റെ പിന്നാലെ പോവുക. നമ്മൾ മുമ്പ് ഈ വാക്ക് പറഞ്ഞിട്ടുണ്ട്. തലായത്ലു എന്ന് പറയുമ്പം ഇതിൽ നിന്ന് വരുന്ന വാക്കിനാണ് തിലാവ. തിലാവ എന്ന് പറഞ്ഞാൽ റെസിറ്റേഷൻ ആണ് അല്ലെ, ഖുർആൻ ഓതുന്നതിനാണ്. പക്ഷെ ഇവിടെ എന്താണ് തത്ലു എന്ന് പറഞ്ഞാൽ പിന്തുടരുക എന്നുള്ള അർത്ഥമാണ്. അതും തിലാവ എന്ന് പറയുമ്പം അത് നമ്മൾ പറഞ്ഞ സമയത്ത് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അതായത് അള്ളാഹു സുബ്ഹാനഹു തആല അല്ലെങ്കിൽ റിവീൽ ചെയ്തിട്ടുള്ള അള്ളാഹു ദൈവികമായിട്ട് ഇറക്കപ്പെട്ട ഗ്രന്ഥങ്ങൾ വായിക്കുന്നതിന് മാത്രമാണ് തിലാവ എന്ന് പറയാം. സാധാരണ ബുക്കുകൾ വായിക്കുന്നതിന് തിലാവ എന്ന് പറയില്ല. ബിക്കോസ് അത് വായിക്കുമ്പോൾ ഓരോന്നും നമ്മൾ ഓരോ അക്ഷരവും വിടാതെ ഒന്നിന് പുറകെ ഒന്നായിട്ട് വായിക്കുന്ന രീതിയാണ് എന്താ തിലാവ. ഓക്കെ, സ്ക്രിപ്റ്റേഴ്സ് മാത്രം, അള്ളാഹു സുബ്ഹാനഹു തആല ഇറക്കിയ ഗ്രന്ഥങ്ങൾ മാത്രം വായിക്കുന്നതിന് പറയുന്ന വാക്കാണ് തിലാവ. ഇവിടെ തിലാവ തത്ലു എന്ന് പറയുമ്പം റെസിറ്റേഷൻ അല്ല, തിലാവ അല്ല, പകരം പിന്തുടരാം. അപ്പം ഷയാത്തീൻ എന്താണോ പിന്തുടർന്നത് അത് തന്നെ അവരും പിന്തുടർന്നു. ഷയാത്തീൻ നമുക്കറിയാം ഷെയ്ത്താന്റെ പ്ലൂറലാണ്, ഷീൻ തോ നോൻ റൂട്ട്. ഓക്കെ, അപ്പം ഷെയ്ത്താൻ എന്ത് ചെയ്തു അത് തന്നെ അവര് ചെയ്തു. എവിടെ? അല മേൽ മുൽക്കി സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ രാജവാഴ്ചയിലൊക്കെ, സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ രാജവാഴ്ചയുടെ കാലത്ത്. മുൽക്ക് മീം ലാം കാഫ്. സുലൈമാൻ അലൈഹി ഇസ്ലാം ആരാണ് നമുക്കറിയാം അല്ലെ. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഒരു പ്രവാചകനാണ്. ദാവൂദ് അലൈഹി ഇസ്ലാമിന്റെ മകനാണ്. ഓക്കെ, ദാവൂദ് അലൈഹി ഇസ്ലാമും എന്താണ് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ നബിയായിരുന്നു, പ്ലസ് രാജാവായിരുന്നു. സുലൈമാൻ അലൈഹി ഇസ്ലാമും നബിയാണ്, രാജാവാണ്. സുലൈമാൻ അലൈഹി ഇസ്ലാം വളരെ യുണീക്കാണ്. കാരണം രാജവാഴ്ചയുണ്ട്, പ്രവാചകത്വം ഉണ്ട്, പ്ലസ് ഒരു സാധാരണ രാജവാഴ്ചയല്ല അല്ലെ. സാധാരണ ഒരു കിങ്ഡം അല്ലെങ്കിൽ മുൽക്കല്ല സുലൈമാൻ അലൈഹി ഇസ്ലാമിന് ഉണ്ടായിരുന്നത്. ഏതൊരാൾക്കും കൊടുക്കാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് കിങ്ഡം ആയിരുന്നു, ബെസ്റ്റ് രാജവാഴ്ചയായിരുന്നു സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ. നമുക്കറിയാം സൂറത്ത് സ്വാദിലും 35-ാമത്തെ ആയത്തില് സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ ദുആലെ വഹബലി മുൽക്കൻ ലാ യംബഗി ലിഅഹദിൻ മിൻ ബഅദി, അല്ലാഹുവേ എനിക്ക് ശേഷം ഒരാൾക്കും തരപ്പെടാത്ത ഒരു രാജവാഴ്ച നീ എനിക്ക് പ്രദാനം ചെയ്യണമേ.
അതുപോലെയുള്ളത് വേറൊരാൾക്കും കൊടുക്കാൻ പോലും പാടില്ല. സുബ്ഹാനല്ലാഹ്. അപ്പൊ അത്രക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള രാജവാഴ്ചയായിരുന്നു സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ. നമുക്ക് അതിനെക്കുറിച്ച് കുറച്ചൊന്ന് പറയണം. കാരണം മുന്നോട്ട് പോകുമ്പോൾ സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ പേരിൽ തെറ്റിദ്ധാരണകൾ പറഞ്ഞ് പരത്തിയതായിട്ട് നമുക്ക് കാണാം. അപ്പൊ എന്തായിരുന്നു സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ രാജവാഴ്ച എന്നുള്ളത് നമ്മൾ കാണണം. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്, എന്നാലും ഒന്ന് റിപ്പീറ്റ് ചെയ്യണം. നമുക്കറിയാം സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ ഒരുപാട് കാര്യങ്ങളുടെ മേലെ കൺട്രോൾ ഉണ്ടായിരുന്നു അല്ലെ. ജിന്നുകള്, പക്ഷികള്, കാറ്റ്, അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പല സൃഷ്ടികളുടെയും കൺട്രോൾ സുലൈമാൻ അലൈഹി ഇസ്ലാമിന് ഉണ്ടായിരുന്നു. സുലൈമാൻ അലൈഹി ഇസ്ലാമിന് മനുഷ്യന്മാരടങ്ങുന്ന സൈന്യം മാത്രമല്ല, ഈവൻ ജിന്നുകളുടെ സൈന്യം അല്ലെ, പക്ഷികളുടെ സൈന്യം ഒക്കെ സുലൈമാൻ അലൈഹി ഇസ്ലാമിന് ഉണ്ടായിരുന്നു. മനുഷ്യന്മാര് സംസാരിക്കുന്നത് മാത്രമല്ല, പക്ഷികൾ സംസാരിക്കുന്നത്, ഉറുമ്പുകൾ സംസാരിക്കുന്നത് വരെ പോലും സുലൈമാൻ അലൈഹി ഇസ്ലാമിന് മനസ്സിലാവുമായിരുന്നു. ഹുദ്ഹുദ് പക്ഷി സംസാരിച്ചത് അല്ലെ. അപ്പം അതുപോലെ ഒരുപാട് പവറുകള് സുലൈമാൻ അലൈഹി ഇസ്ലാമിന് ഉണ്ടായിരുന്നു. രാജാവായിരുന്നു അല്ലെ, നബിയായിരുന്നു. മൂസ അലൈഹി ഇസ്ലാമിന് ശേഷം വന്ന നബി, ബനു ഇസ്രായേലിലേക്ക് വന്ന നബിയാണ്, പ്രവാചകനാണ് സുലൈമാൻ അലൈഹി ഇസ്ലാം. അത് നമുക്കറിയാം മൂസ അലൈഹി ഇസ്ലാമാണ് ബനു ഇസ്രായേലിനെ ഫിറഔനിൽ നിന്ന് മോചിപ്പിച്ചത് അല്ലെ. അങ്ങനെ അവർ തിരിച്ച് അവരുടെ ഹോം കൺട്രിയിലേക്ക് എത്തുകയാണ് അല്ലെ, പലസ്റ്റൈനിലേക്ക് എത്തുകയാണ്. അങ്ങനെ അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് ഒരുപാട് വിജയം, ഒരുപാട് സക്സസും, ഒരുപാട് പവറും അധികാരങ്ങളും ദീനിയായ ഇൽമും ഒക്കെ കൊടുത്ത് ഇതുപോലെയുള്ള സൂപ്പർ രാജാക്കന്മാരെയും കൊടുത്തിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. സുലൈമാൻ അലൈഹി ഇസ്ലാമിനെ പോലെ, അതായത് അതിനുശേഷം അതുപോലെ പവർഫുൾ ആയിട്ടുള്ള ഒരു രാജാവ് ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം ഏറ്റവും ബെസ്റ്റ് കിങ്ഡം തന്നെ കൊടുത്ത അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ അനുഗ്രഹിച്ചിട്ടുണ്ട്. ഒരുപാട് പവർ ഉണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്. ഒന്ന് ആലോചിച്ച്, കാറ്റിനെ കൺട്രോൾ ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, നമ്മൾ കാറ്റില് എന്താ പറയാ, കാറ്റിലൂടെ യാത്ര ചെയ്യുക, കാറ്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ യാതൊരു ഇന്നത്തെ പോലെ എയറോപ്ലെയിൻ ഒന്നും ഇല്ലാണ്ട് കാറ്റിൽ കൂടെ സഞ്ചരിക്കാൻ പറ്റും. സുബ്ഹാനല്ലാഹ്. അപ്പം ഏതൊക്കെ രീതിയിൽ വേണമെങ്കിലും കാറ്റിനെ കൺട്രോൾ ചെയ്യാനുള്ള പവർ സുലൈമാൻ അലൈഹി ഇസ്ലാമിന് ഉണ്ടായിരുന്നു. അപ്പം ഇന്നത്തെ കാലത്ത് നമ്മൾ അത് ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് എന്താ, ആരെങ്കിലും ഇങ്ങനെ എയറിൽ സഞ്ചരിക്കുമ്പോൾ നമ്മൾ എന്താ പെട്ടെന്ന് വിചാരിക്കുക, ജിന്നല്ലേ, അങ്ങനെ എന്തെങ്കിലും ഒരു പവർ, അത് മാജിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പറയാം. ഇപ്പൊ ഫ്ലൈറ്റ് പോലെയുള്ള അല്ലെങ്കിൽ ഡ്രോൺ പോലെയുള്ള കാര്യങ്ങളല്ലാന്നുണ്ടെങ്കിൽ ആരെങ്കിലും എയറിൽ സഞ്ചരിക്കുന്ന കണ്ടാൽ അത് എന്തോ ഒരു മാജിക് ആണ്. സുബ്ഹാനല്ലാഹ് അല്ലെ, മാജിക് ആണ് നമ്മളുടെ മനസ്സിൽ വരിക, ഒരു മാജിക് കാർപ്പറ്റ് ഒക്കെ. അപ്പൊ മാജിക് എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് അല്ലെ അത്തരത്തിലുള്ള കാര്യങ്ങൾ ജിന്നിന്റെ ഇൻഫ്ലുവൻസ് ആയിരിക്കും. അപ്പൊ സുലൈമാൻ അലൈഹി ഇസ്ലാമിനാണെങ്കിൽ ഇതുപോലെയുള്ള എന്തൊരു കാര്യവും എന്താണ്, അള്ളാഹു സുബ്ഹാനഹു വതആല കൊടുത്ത പവറാണ്. ഇതിനെ എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, ജിന്നിനെയും കാറ്റിനെയും പക്ഷികളെയും അങ്ങനത്തെ എന്തൊരു കാര്യത്തിനെയും കൺട്രോൾ ചെയ്യാനും അവരുടെ ഭാഷ മനസ്സിലാക്കാനും എല്ലാ കാര്യങ്ങൾക്കുമുള്ള കഴിവ് അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് കൊടുത്തത്. അള്ളാഹ്ക്ക് അവന്റെ പ്രവാചകന് ആ ഒരു പ്രവാചകത്വം കൊടുക്കാമെങ്കിൽ, അള്ളാഹിന്റെ ഗ്രന്ഥം അള്ളാഹ്ക്ക് ഇറക്കാൻ പറ്റുമെങ്കിൽ അള്ളാഹ്ക്ക് മോജിസത്തുകളും കൊടുക്കാം അല്ലെ. അള്ളാഹ്ക്ക് ഇതുപോലെയുള്ള അത്ഭുതങ്ങളും മിറക്കിൾസും കൊടുക്കാം പ്രവാചകൻ. അള്ളാഹ്ക്ക് അതിനൊന്നും യാതൊരു കഴിവുകേടുമില്ല. അള്ളാഹ്ക്ക് ഏറ്റവും ബെസ്റ്റ് കിങ്ഡം തന്നെ സുലൈമാൻ അലൈഹി ഇസ്ലാമിന് കൊടുക്കാം. അള്ളാഹ്ക്ക് യാതൊരു കഴിവുകേടുമില്ല. നമുക്കറിയാം ഈസ അലൈഹി ഇസ്ലാം, മൂസ അലൈഹി ഇസ്ലാം, അവരൊക്കെ ഒരുപാട് മോജിസത്തുകൾ കാണിച്ചിട്ടുള്ള ആൾക്കാരാണ് അല്ലെ. മരിച്ച ആൾക്ക് ജീവൻ അള്ളാഹുവിന്റെ അനുവാദത്തോടു കൂടി ജീവൻ കൊടുക്കാൻ കഴിവുണ്ടായിരുന്നു ഈസ അലൈഹി ഇസ്ലാമിന് അല്ലെ. അപ്പം അള്ളാഹ്ക്ക് ഇതുപോലെയുള്ള മിറക്കിൾസ്, മോജിസത്തുകൾ അവർക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ സുലൈമാൻ അലൈഹി ഇസ്ലാമിനും കൊടുക്കായിരുന്നു. പക്ഷേ ആളുകൾ എന്താ ചിന്തിച്ച്, സുലൈമാൻ അലൈഹിസ്സലാം ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് ഷെയ്ത്താനെ കൺട്രോൾ ചെയ്തിട്ടാണ്, ജിന്നുകളെ കൺട്രോൾ ചെയ്തിട്ട് ജിന്നുകളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയായിരുന്നു ഇതുപോലെയുള്ള എല്ലാ അത്ഭുതങ്ങളും. എയറിനെ കൺട്രോൾ ചെയ്യുകയാണെങ്കിലും എന്താണ്, ഇനി ഒരു മറ്റുള്ള ജീവികളുടെ ഭാഷ മനസ്സിലാക്കാൻ പറ്റുകയാണെങ്കിലും, ഇതൊക്കെ സുലൈമാൻ അലൈഹിസ്സലാം ചെയ്തത് ജിന്നുകളെ പരിധിയിൽ വരുത്തിയിട്ടാണ്, ഷെയ്ത്താനെ കൺട്രോളിൽ വരുത്തിയിട്ടാണ്. സുബ്ഹാനല്ലാഹ്. പക്ഷെ സുലൈമാൻ അലൈഹിസ്സലാമിന്റെ ഈ പവറുകളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല കൊടുത്തതാണ്. ഈവൻ യഹൂദികള്, ജൂതന്മാര് ഇന്നും വിശ്വസിക്കുന്നത് സുലൈമാൻ അലൈഹിസ്സലാം ഒരു പ്രവാചകനായിട്ടല്ല, പകരം സോളമൻ ദ കിങ് ആണ് അവർക്ക്. ഓക്കെ, സോളമൻ എന്ന രാജാവാണ് അവർക്ക്, ഒരു പ്രവാചകനല്ല. അവർക്ക് അദ്ദേഹത്തിനെ ഒരു നബിയായിട്ട് അവര് അംഗീകരിച്ചിട്ടില്ല. സുബ്ഹാനല്ലാഹ്. അപ്പം അവര് വിചാരിച്ചിരുന്നത് സുലൈമാൻ അലൈഹി ഇസ്ലാമിനുള്ള ഈ പറഞ്ഞ അതോറിറ്റിയും പവറും കൺട്രോളും കാര്യങ്ങളും ഒക്കെ എന്തായിരുന്നു, സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ മാജിക് ആണ്.
സുലൈമാൻ അലൈഹി ഇസ്ലാമിന് സിഹർ ചെയ്യാനുള്ള കഴിവുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ ജിന്നുകളെ വരുതിയിൽ വരുത്താനുള്ള കഴിവുള്ളത് കൊണ്ടാണ്. ഇങ്ങനെയാണ് ബനു ഇസ്രായേൽ വിചാരിച്ചു വെച്ചിരുന്നത്, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലും അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിന് ശേഷവും. പക്ഷേ സത്യം എന്താണ്? എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് സുലൈമാൻ അലൈഹി ഇസ്ലാമിന് കൊടുത്തത്. സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് അദ്ദേഹത്തിന് ജിന്നിന്റെ മേലെ കൺട്രോൾ ഉണ്ടെന്നുള്ളത് ശരി തന്നെയാണ്. അത് അള്ളാഹ് കൊടുത്ത കഴിവാണ്. അല്ലാതെ ജിന്നിനെ ഉപയോഗിച്ചിട്ടല്ല സുലൈമാൻ അലൈഹി ഇസ്ലാം ഇതുപോലെ കാറ്റിനെ കൺട്രോൾ ചെയ്തതും ജീവികളെ കൺട്രോൾ ചെയ്തതും ഒക്കെ. അത് രണ്ടും രണ്ടായിട്ട് തന്നെ മനസ്സിലാക്കാം. ജിന്നുകളെ കൺട്രോൾ ചെയ്യാനുള്ള പവർ അള്ളാഹു സുബ്ഹാനഹു വ തആല സുലൈമാൻ അലൈഹി ഇസ്ലാമിന് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഓരോന്നിനെയും കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുണ്ട്. അല്ലാതെ ജിന്നുകളെ ഉപയോഗിച്ചിട്ട് എല്ലാം ചെയ്യായിരുന്നില്ല. ഓക്കെ, ആ ഒരു മൈന്യൂട്ട് ഡിഫറൻസ് ആണ്, അത് മനസ്സിലാക്കാം. സുലൈമാൻ അലൈഹി ഇസ്ലാം ജിന്നുകളെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. വലിയ വലിയ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, കടലിൽ ഇറങ്ങിയിട്ട് മുത്തും പഴവും പെറുക്കാൻ വേണ്ടിയിട്ട്, ഇതുപോലെ ഒരുപാട് പണികൾ ജിന്നുകളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ജിന്നുകളെ ഉപയോഗിച്ചിട്ടല്ല അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ബാക്കി പവറുകളൊന്നും. അതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് കൊടുത്തതാണ്. ഓക്കെ, അത് മനസ്സിലാക്കി വെക്കേണ്ട ഒരു വശം. ഇനി ഒരു ഏരിയയില് ജിന്നുകൾ ആക്റ്റീവ് ആണെന്ന് വെക്കുക, ജിന്നുകൾ ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്ന് വെക്കുക. അപ്പം സ്വാഭാവികമാണ് ആളുകൾക്ക് അതിനകത്തൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുക എന്നുള്ളത്, അല്ലേ? നമ്മളൊക്കെ ഇത് പണ്ട് നമ്മളെ വല്യമ്മമാരൊക്കെ പറഞ്ഞ് കേട്ട കഥകളേ ഉള്ളൂ. നമുക്കൊന്നും റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. പക്ഷെ അത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിൽ ആളുകൾക്ക് ഇതെന്തായിരിക്കും എന്നറിയാനുള്ള, അല്ലെങ്കിൽ അതിനകത്ത് കൂടുതൽ ഇൻവോൾവ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഏറ്റവും ബെസ്റ്റ് ജിന്നുകളുമായിട്ടുള്ള ഇന്ററാക്ഷൻ ഇല്ലാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിനെതിരെ നമ്മൾ ദുആ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലത്ത് ആൾക്കാർക്ക് അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്. ആളുകൾക്ക് ജിന്നിന്റെ മേലെ ഒരു പവർ കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നൊക്കെ തോന്നുക എന്നുള്ളത് വളരെ നാച്ചുറൽ ആണ്. അപ്പം അവരെന്ത് വിചാരിച്ചു? ഇതുപോലെ ഈ കൺട്രോളൊക്കെ ഉപയോഗിച്ച്, അല്ലെ, മാജിക് ഉപയോഗിച്ച്, ജിന്നുകളെ ഉപയോഗിച്ച് പല കാര്യങ്ങളും പല പവറുകളും നമുക്കും നേടാം. ആരെ പോലെ? സുലൈമാൻ അലൈഹി ഇസ്ലാമിനെ പോലെ. കാരണം അവർ വിചാരിച്ചത് സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ പവർ മൊത്തം ജിന്നുകളെ ഉപയോഗിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ വത്തബഉ മാ തത്ലു ശയാത്തീനു അലാ മുൽക്കി സുലൈമാൻ. അവര് സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ രാജവാഴ്ചയിൽ ഷെയ്ത്താൻ എന്ത് ചെയ്തു? അതിനെ പിന്തുടർന്നു. ഷെയ്ത്താൻ എന്താണ്? ഇതുപോലെയുള്ള മാജിക്കുകളൊക്കെ ചെയ്യുമായിരുന്നു. ബനി ഇസ്രായേൽ സുലൈമാൻ അലൈഹി ഇസ്ലാമിനെ നോക്കി പഠിക്കുന്നതിന് പകരം, സുലൈമാൻ അലൈഹി ഇസ്ലാമിൽ ഇംപ്രസ്ഡ് ആവുന്നതിന് പകരം, സുലൈമാൻ അലൈഹി ഇസ്ലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത കഴിവുകൾ ഇംപ്രസ്ഡ് ആവുന്നതിന് പകരം ഷെയ്ത്താൻ ചെയ്ത കാര്യങ്ങളിൽ അവർക്ക് ഇൻട്രസ്റ്റ് തോന്നി. മാജിക്കിൽ അവർക്ക് ഇൻട്രസ്റ്റ് തോന്നി. വേറൊരു കാര്യം കൂടെ പറയപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ, സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് നമ്മൾ പറഞ്ഞല്ലോ, അവർക്ക് ബനു ഇസ്രായേലിന് മാജിക്കിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ബുക്കുകളോ മെറ്റീരിയലുകളോ എന്ത് സാധനം ഉണ്ടായിരുന്നെങ്കിലും സുലൈമാൻ അലൈഹി ഇസ്ലാം അതൊക്കെ പിടിച്ചെടുത്ത് അതിനൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ആളുകൾ കാണാത്ത രീതിയിൽ. പക്ഷെ സുലൈമാൻ അലൈഹി ഇസ്ലാം മരിച്ചതിന് ശേഷം ആൾക്കാർ ഇത് കണ്ടെടുക്കുകയും അവര് കണ്ടോ, ഇതൊക്കെ വെച്ചാണ് സുലൈമാൻ അലൈഹി ഇസ്ലാം മാജിക് ഒക്കെ ചെയ്തത് എന്ന് പറയുമുണ്ടായിന്ന് വേറൊരു റിപ്പോർട്ടും കൂടെ. സുബ്ഹാനല്ലാഹ്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം സുലൈമാൻ അലൈഹി ഇസ്ലാം ഒരു മാജിഷ്യൻ ആയിരുന്നു, എന്താണ്, രാജാവായിരുന്നു, പക്ഷെ നബിയല്ല. ഇതുപോലെയുള്ള ജിന്നുകളെയൊക്കെ കൺട്രോൾ ചെയ്തിട്ട് ഇതുപോലെ പല അത്ഭുതങ്ങളും നടത്തി മാജിക് ഉപയോഗിച്ച് പവർ കാണിച്ചിട്ടുള്ള ഒരു രാജാവായിരുന്നു സുലൈമാൻ അലൈഹി ഇസ്ലാം. ഓക്കെ, പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വമാ കഫറ സുലൈമാൻ, ഇല്ല, സുലൈമാൻ അലൈഹി ഇസ്ലാം അവിശ്വസിച്ചിട്ടില്ല. എങ്ങനെയാ വിശ്വസിച്ചിട്ടില്ല? മാജിക് പഠിച്ച്, മാജിക് കാണിച്ച്, മാജിക് പഠിപ്പിച്ച് സുലൈമാൻ അലൈഹി ഇസ്ലാം അവിശ്വസിച്ചിട്ടില്ല. വമാ കഫറ സുലൈമാൻ, ഒരിക്കലുമില്ല, സുലൈമാൻ അലൈഹി ഇസ്ലാം ഒരിക്കലും അത് ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാ പവറും എങ്ങനെയാണ് അദ്ദേഹത്തിന് കിട്ടിയത്? അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തതാണ്. പിന്നെ ആരാ മാജിക് പ്രാക്ടീസ് ചെയ്തത്? വലാകിന്ന ശയാത്തീന കഫറു, പക്ഷേ എന്നാൽ ഷെയ്ത്താനാണ് എന്ത് അവിശ്വസിച്ചത്, ഷെയ്ത്താനാണ് ദൈവനിഷേധം കാണിച്ചത്. ഓക്കെ, എങ്ങനെയാണ് അവർ ദൈവനിഷേധം കാണിച്ചത്? മാജിക് പ്രാക്ടീസ് ചെയ്തുകൊണ്ട്. അപ്പം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു കാര്യമുണ്ട്, അല്ലേ? മാജിക് എന്ന് പറയുന്നത് പഠിക്കലും പ്രാക്ടീസ് ചെയ്യലും പഠിപ്പിക്കലും എല്ലാം എന്താണ്? കുഫ്റാണ്, അവിശ്വാസമാണ്.
ഈ ശരിക്കും പറയുകയാണെങ്കിൽ ഇത് വേറൊരു ക്ലാസ് ആയിട്ട് എടുക്കാൻ തന്നെ ഉണ്ട്. മുമ്പ് എടുത്തിട്ടുണ്ട് മിഷ്കാത്തിലെ പണ്ടത്തെ ആൾക്കാർക്കൊക്കെ കിട്ടിയിട്ടുണ്ടാവും, കുറച്ച് നൂറുൽ ഖുർആൻ സ്റ്റുഡൻസിനും കിട്ടിയിട്ടുണ്ടാവും. നമ്മൾ ഇതിന്റെ വേറെ തന്നെ ക്ലാസ് എടുത്തിട്ടുണ്ട്. എന്നാലും ജസ്റ്റ് ഒന്ന് ഓവർവ്യൂ മാത്രം ഇവിടെ പറഞ്ഞിട്ട് പോവാം. ഈ മാജിക് എന്ന് പറയുന്ന അല്ലെങ്കിൽ സെഹർ എന്ന് പറയുന്നതിന്റെ റിയാലിറ്റി എന്താണ്, ഓക്കെ, എങ്ങനെയാണ് അത് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് പലപ്പോഴും ഒരു എന്താ പറയാ, നമ്മളുടെ ഒരു ഗ്രേ ഏരിയ അല്ലെങ്കിൽ നമുക്ക് അറിയാത്തൊരു ഏരിയ ആയിരിക്കും ഈ സെഹർ മാജിക് എന്നൊക്കെ പറയുന്നത്. അതിൽ എങ്ങനെയാണ് സെഹർ ചെയ്യുന്നത്? സെഹർ ചെയ്യുന്നത് ജിന്നിന്റെ അല്ലെങ്കിൽ ഷയാത്വീന്റെ, അതായത് ജിന്നുകളിൽ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട് അല്ലെ. അള്ളാഹുവിന് അനുസരണക്കേട് കാണിക്കുന്ന ജിന്നുകളുമുണ്ട്, അള്ളാഹുവിന് അനുസരണയുള്ള ജിന്നുകളുണ്ട്. വിശ്വാസികളായ ജിന്നുകളുണ്ട്, അവിശ്വാസികളായ ജിന്നുകളുണ്ട്. അപ്പൊ ഇതിനകത്ത് മോശപ്പെട്ട അവിശ്വാസികളായ ജിന്ന്, അതായത് ഷയാത്വീൻ, അവരെ ഉപയോഗിച്ചിട്ടാണ് സെഹറുകൾ ചെയ്യുന്നത്. ഓക്കെ, സൂറത്ത് ജിന്നില് നമ്മൾ ഈ ജിന്നുകളുടെ കൂടുതൽ കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നമുക്കത് പഠിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പം മനുഷ്യന്മാരെ പോലെ തന്നെ വിശ്വാസികളും അവിശ്വാസികളുമായിട്ടുള്ള ജിന്നുകളുണ്ട്. വിശ്വാസികളായിട്ടുള്ള നല്ല മനുഷ്യന്മാർ നല്ലത് ചെയ്യുന്നത് പോലെ തന്നെ നല്ല ജിന്നുകൾ നല്ലത് ചെയ്യുകയും വിശ്വസിക്കുകയും ഒക്കെ ചെയ്യും. എന്നാൽ മോശം ആൾക്കാരെ പോലെ അല്ലെങ്കിൽ അവിശ്വാസികളായിട്ടുള്ള ഈമാൻ ഇല്ലാത്ത ആൾക്കാരെ പോലെ തന്നെ മോശം ജിന്നുകൾ അവർ മോശപ്പെട്ട കാര്യങ്ങളും ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പം ആർക്കെങ്കിലും ഇതുപോലെ സെഹ്റ് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ, വേറൊരാൾക്കൊരു ഉപദ്രവം വരുത്തണം എന്നുണ്ടെങ്കിൽ, മറ്റുള്ളവർ ചെയ്യാത്ത എന്തോ അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് അവന് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റൂല അല്ലെ. ഇതുപോലെ ആരും കാണാത്ത ആരുടെയും ഹെൽപ്പ് വേണം. അങ്ങനെ ആരുടെ ഹെൽപ്പോട് കൂടിയാണ് സെഹ്റ് ചെയ്യുക? ജിന്നുകളുടെ ഹെൽപ്പോട് കൂടി. അപ്പം ഇത് ഈ ശരിക്കുമുള്ള ഈ സെഹ്ർ എന്ന് പറയുന്ന ആ ഒരു മാജിക്കിന്റെ അതിനൊരു റിയാലിറ്റി ഉണ്ട്. അത് ഒരാൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റൂല, അവർക്ക് ജിന്നിന്റെ ഹെൽപ്പ് കിട്ടിയിട്ടാണ് ചെയ്യുക. ആൻഡ് അതൊരു കോൺട്രാക്റ്റ് ആണ് ആക്ച്വലി, അവരും ജിന്നും തമ്മിലുള്ള ഒരു കോൺട്രാക്ട്. അപ്പം ജിന്നിന്റെ ഹെൽപ്പ് അവർക്ക് കിട്ടണമെങ്കിൽ അവർ ജിന്നിന് പകരം എന്തെങ്കിലും കൊടുക്കണം അല്ലെ. എന്തോ ഒന്ന് പകരം കൊടുത്തിട്ടാണ് അവർക്ക് ജിന്നിന്റെ ഹെൽപ്പ് കിട്ടുന്നത്. അവര് ജിന്നിനെ ഏതെങ്കിലും രീതിയിൽ പ്ലീസ് ചെയ്യിപ്പിക്കും, സന്തോഷിപ്പിക്കും, ജിന്നിന് ഇഷ്ടമുള്ള എന്തെങ്കിലും കൊടുക്കും. എങ്ങനെയാണ് ജിന്നിന് ഇഷ്ടമുള്ളത് കൊടുക്കുക? അത് പലതരത്തിലുള്ള ആഭിചാര പ്രക്രിയകൾ നടത്തിയിട്ട്, അതായത് ദൈവനിഷേധം നമ്മൾ ചില ഡോക്യുമെന്ററിയിലും മൂവിയിലൊക്കെ കാണാം അല്ലെ, കുറെ എന്താ ഒരു മാന്ത്രിക കളമൊക്കെ ഉണ്ടാക്കി കുറെ തീയൊക്കെ കത്തിച്ച് എന്തൊക്കെയോ മന്ത്രവാദങ്ങൾ, കംപ്ലീറ്റ് ദൈവനിഷേധം. ഓക്കെ, കംപ്ലീറ്റ് തൗഹീദിനെതിരായിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് അവരെ പ്ലീസ് ചെയ്ത് അവർക്ക് വേണ്ടി എന്തെങ്കിലും ബലിയൊക്കെ അർപ്പിച്ച് സാക്രിഫൈസ് ഒക്കെ ചെയ്തിട്ട്, ഇപ്പോഴും ജൂതന്മാരുടെ കാര്യത്തിൽ ഈ പറഞ്ഞ പോലെ ബ്ലാക്ക് മാജിക്കും കാര്യങ്ങളൊക്കെ നടക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഇപ്പോഴും പല സ്ഥലത്തും ഉണ്ട്. നമ്മൾ ഇസ്ലാമികമായ സെഹറിന്റെ വശമല്ലാതെ ജൂതന്മാരുടെ കാര്യത്തിൽ അവർ ഇതുപോലെ ബ്ലാക്ക് മാജിക് ഒക്കെ ചെയ്ത് അവരുടെ ആ ഒരു സിമ്പിളൊക്കെ അറിയായിരിക്കും അല്ലെ. അതൊക്കെ ഈ അവരുടെ കറുത്ത വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ഇതുപോലെ പ്രത്യേക ആഭിചാര സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ജിന്നിനെ വിളിച്ചു വരുത്തുന്ന സിസ്റ്റം അവർക്കും ഉണ്ട്. ഇനി സിഹ്ർ നടത്തുന്ന നമ്മളെ നാട്ടിലെ ലോക്കലി സിഹ്ർ നടത്തുന്ന കാര്യങ്ങളാണെങ്കിലും അവിടെയും സംഭവിക്കുന്നത് ഇതൊക്കെയാണ്. എന്തെങ്കിലും ആളുകൾക്ക് ഉപദ്രവകരമായിട്ടുള്ള അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റാത്ത അത്ഭുതകരമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ജിന്നുകളെ വിളിച്ചു വരുത്തി ജിന്നുകളെ തൃപ്തിപ്പെടുത്തി അതിനു വേണ്ടിയുള്ള സിറ്റുവേഷൻ ഉണ്ടാക്കി, ഒരുപക്ഷെ ജിന്നിന് വേണ്ടി സാക്രിഫൈസ് ഏതെങ്കിലും രീതിയിലുള്ള ബലി നടത്തി അത് അവർക്ക് ഓഫർ ചെയ്തിട്ടൊക്കെയാണ് അവർ ഈ ജിന്നുകളെ സഹായം തേടുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു കോൺട്രാക്റ്റ് ആണ്, അങ്ങോട്ട് കൊടുത്തിട്ട് ഇങ്ങോട്ട് വാങ്ങുന്ന ഒരു പരിപാടിയാണിത്. ഓക്കെ, അപ്പം അല്ലാഹ്ക്കല്ലാതെ വേറെ ഏതൊരാൾക്കും എന്തെങ്കിലും കൊടുക്കുക, സാക്രിഫൈസ് ചെയ്യുക, ബലി കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അത് ഷിർക്കാണ് അല്ലെ. അപ്പം ഈ നമ്മൾ പറഞ്ഞ രണ്ട് ടൈപ്പ് ജിന്നുകളുണ്ട്. അള്ളാഹിനോട് അനുസരണക്കേട് കാണിക്കുന്ന ഷിർക്ക് ചെയ്യുന്ന കുഫ്ർ ചെയ്യുന്ന ജിന്നുകളുണ്ട്, നല്ല ജിന്നുകളുണ്ട്. അപ്പൊ ഈ കുഫ്ർ ചെയ്യുന്ന ജിന്നുകൾക്ക് എന്താ സന്തോഷം? നമ്മള് എന്താ പറയാ, അതൊക്കെ ഷെയ്ത്താന്റെ അസിസ്റ്റന്റുമാരാ അല്ലെ, ഇബ്ലീസിന്റെ അസിസ്റ്റന്റുമാരാ അവരൊക്കെ. അപ്പൊ അവർക്ക് നമ്മള് കുഫ്ർ ചെയ്ത് കഴിഞ്ഞാല്, ഷിർക്ക് ചെയ്ത് കഴിഞ്ഞാല് അത് അവർക്ക് ഭയങ്കര തൃപ്തിയാണ്. അങ്ങനെ കുഫ്ർ ചെയ്ത് അവരെ തൃപ്തിപ്പെടുത്തിട്ട് പകരം അവരെ ഹെൽപ്പ് നേടലാണ്. നമ്മള് വജഹ്തു ഒക്കെ വജഹ്തുൽ ഒരു ഇതുണ്ടല്ലേ, ഇന്ന സ്വലാത്തി വനുസുക്കി, നിശ്ചയമായും എന്റെ നമസ്കാരവും എന്റെ എന്താണ് ത്യാഗങ്ങൾ അല്ലെ, എന്റെ ബലികള് ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? ലില്ലാഹി റബ്ബിൽ ആലമീൻ, അള്ളാഹ്ക്ക് മാത്രമുള്ളതാണ്. അത് അള്ളാഹ്ക്കല്ലാതെ നമ്മൾ ആർക്കെങ്കിലും ബലി കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഷിർക്കാണ്. അപ്പം ഈ ജിന്നിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ആരെങ്കിലും ബലി കൊടുക്കുകയോ അതുപോലെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഷിർക്കാണ്. അത് ക്ലിയർലി ഇസ്ലാമില് ഹറാമാണ്. സുബ്ഹാനല്ലാഹ്. ഓക്കെ, അപ്പം ഇതുപോലെ മാജിക്കുകൾ സിഹറൊക്കെ ചെയ്യാൻ വേണ്ടി ആളുകൾ ഇതുപോലത്തെ
വൃത്തികെട്ട കാര്യങ്ങളൊക്കെ ചെയ്യും. ഇബ്ലീസിനെ എങ്ങനെ തൃപ്തിപ്പെടുത്താം അല്ലെങ്കിൽ ഷെയ്ത്താനെ എങ്ങനെ തൃപ്തിപ്പെടുത്താം, അത്തരത്തിലുള്ള പല മോശപ്പെട്ട കാര്യങ്ങൾ ആൾക്കാർ ചെയ്യുന്നുണ്ട്. ഖുർആന് എന്താണ് രക്തം ഉപയോഗിച്ച് എഴുതുക, അല്ലെങ്കിൽ ഖുർആന്റെ മുകളിൽ എന്തെങ്കിലും, അതായത് ഖുർആനെ ഇൻസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അവർ ഷെയ്ത്താൻ ഹാപ്പി ആയിരിക്കും അല്ലെ. അവർക്ക് അള്ളാഹ്ക്കെതിരെ, തൗഹീദിനെതിരെ, ഖുർആനെതിരെ എന്ത് ചെയ്ത് കഴിഞ്ഞാലും അവർ ഹാപ്പി ആയിരിക്കും. അതുപോലത്തെ മോശപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ജിന്നിനെ പ്ലീസ് ചെയ്തിട്ട് ജിന്നിനെ നമുക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോൺട്രാക്ട് പോലെ, അവർക്ക് പൈസ കൊടുത്ത് അവരെ കൊണ്ട് ചെയ്യിക്കുന്നത് പോലെ ചെയ്യിക്കുകയാണ് ചെയ്യുക. ഇങ്ങനെയാണ് മാജിക് അല്ലെങ്കിൽ സെഹർ നടക്കുന്നത്. സെഹർ ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ഏതെങ്കിലും രീതിയിൽ ജിന്നുമായിട്ട് കോണ്ടാക്ട് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ പറയാ, ഞാൻ നിനക്ക് ഇന്നത് തരാം, നിന്നെ ഹാപ്പി ആക്കാം, നീ എന്നെയും ഹാപ്പി ആക്കുക എന്നുള്ള ഒരു കോൺട്രാക്റ്റിലാണ് സിഹർ നടക്കുന്നത്, മാജിക് നടക്കുന്നത്. ഇത് കുഫ്റാണ്. ഓക്കെ, സത്യനിഷേധമാണ്. കാരണം അള്ളാഹു അല്ലാത്തതിനെ പ്ലീസ് ചെയ്യാണ് അല്ലെ, അള്ളാഹുവിനെ നിഷേധിക്കുകയാണ്, അള്ളാഹുവിനെ അനുസരണക്കേട് കാണിക്കുകയാണ്, ഷിർക്ക് ചെയ്യാണ്. അപ്പം ഇത് ക്ലിയർ ആയിട്ട് ഷിർക്കാണ്, ക്ലിയർ ആയിട്ട് കുഫ്റാണ്. സുബ്ഹാനല്ലാഹ്. ഒരാള് ജസ്റ്റ് ഒരു സ്റ്റോറിയാണ് കേട്ടോ. ഒരാൾ ഒരിക്കല് വളരെ ചെറിയ പ്രായത്തിൽ അയാൾക്ക് ദീൻ പഠിക്കാൻ വേണ്ടി ചെല്ലും. അപ്പൊ ഇവർ പക്ഷെ ചെന്നെത്തിപ്പെട്ടത് കുറച്ച് സിഹർ ചെയ്യുന്ന ആൾക്കാരുടെ കൂട്ടത്തിലായിരുന്നു. അപ്പൊ അവരോട് പഠിപ്പിച്ചുതരാം, നമ്മൾ പഠിപ്പിച്ചുതരാം എന്താ എന്നുള്ള രീതിയിൽ പറഞ്ഞ് ഇയാളെ കൊണ്ടുപോകും. എന്നിട്ട് പറയും, ഈ ഒരു റൂം ഒരു ഡാർക്ക് റൂമാണ്, ഫുള്ളി ഇരുട്ടാണ്, നീ ഇവിടെ 40 ദിവസം ജീവിക്കണം, ഇതിനകത്തൊന്നും പുറത്തേക്ക് വരാനേ പാടില്ല. 40 ദിവസം എല്ലാ കാര്യങ്ങളും നീ ഇതിനകത്ത് നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ജിന്ന് പ്രത്യക്ഷപ്പെടും, ആ ജിന്നിന്റെ അടുത്ത് നിനക്ക് സംസാരിക്കാം എന്ന് പറയാം. ഇത് എവിടെയോ നടന്ന ഒരു സ്റ്റോറിയാണ് കേട്ടോ. അപ്പം ഒന്ന് ആലോചിച്ച് നോക്ക്, ഇത് ഈ പറഞ്ഞ ആൾക്കാര് അവരും ജിന്നുമായിട്ടുള്ള ഒരു കോൺട്രാക്ട് ആയിരിക്കും. അതായത് ഒരാൾ ശരിയായ രീതിയിൽ ദീൻ പഠിക്കാൻ വന്നതാണ്, അയാളെ വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ജിന്ന് പ്ലീസ്ഡ് ആയില്ലേ, ഇവർക്ക് ഈ ജിന്നിനെ കൊണ്ട് കാര്യം നടക്കുകയും ചെയ്യും. അപ്പൊ അതുപോലെ പല കാര്യങ്ങളും നമ്മളുടെ കണ്ണിന്റെ മറവിൽ ലോകത്ത് പല ബിസിനസ്സുകളും നടക്കുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഇതിന്റെയൊക്കെ ബേസിക്സ് അറിയുമ്പോഴേ നമുക്ക് നമ്മൾ പോലും അറിയാതെ തൗഹീദിൽ നിന്ന് മാറിപ്പോകുന്നതൊക്കെ അറിയാൻ പറ്റുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ, അറിഞ്ഞോ അറിയാതെയോ ഷിർക്കിൽ ഏതെങ്കിലും രീതിയിൽ ചെന്ന് പെടുന്നതിനെ തൊട്ട്. അപ്പം ഇത്തരത്തില് ഉള്ള കാര്യങ്ങളൊക്കെ കുഫ്റാണ്, ഷിർക്കാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ്, വമാ കഫറ സുലൈമാൻ അലൈഹിസ്സലാം ഒരിക്കലും കുഫ്ർ ചെയ്തിട്ടില്ല. അദ്ദേഹം അള്ളാഹുവിന്റെ ഒരു നബിയാണ്, അദ്ദേഹത്തിന് എല്ലാ പവറും അള്ളാഹ് കൊടുത്തതാണ് അല്ലെ, അള്ളാഹ് കൊടുത്ത മുഅ്ജിസത്താണ്, അല്ലാതെ മാജിക് അല്ല. മാജിക് എന്ന് പറഞ്ഞാൽ എന്താ, ജിന്നുകളെ കൺട്രോൾ ചെയ്തിട്ട് ജിന്നുകളെ പ്രീതിപ്പെടുത്തിയിട്ട് അവരിൽ നിന്ന് പകരം കാര്യങ്ങൾ കിട്ടലാണ് മാജിക് അല്ലേ. ഒരിക്കലും അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പ്രവാചകനായ സുലൈമാൻ അലൈഹിസ്സലാം അത്തരത്തിലൊരു കാര്യം ചെയ്യുകയില്ല. അവര് ചെയ്യുന്നത് എന്താണ്, മുഅ്ജിസത്തുകളാണ് അല്ലെ. ഇവര് ചെയ്യുന്നത് എന്താണ്, മാജിക്കാണ്, സെഹറാണ്. അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കുന്ന ആളുകൾ മാത്രമേ സെഹറിൽ ഏർപ്പെടുകയുള്ളൂ. അത് രണ്ടും തമ്മിൽ ഭയങ്കര വലിയ വ്യത്യാസമുണ്ട് അല്ലെ. സെഹറും മുഅ്ജിസത്തും തമ്മിൽ ഭയങ്കര വലിയ വ്യത്യാസമുണ്ട്, മാജിക്കും മുഅ്ജിസത്തും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. അപ്പം വമാ കഫറ സുലൈമാൻ അലൈഹിസ്സലാം കുഫ്ർ ചെയ്തിട്ടേയില്ല. ആരാ കുഫ്ർ ചെയ്തത്, വലാകിന്ന ഷയാത്തീന കഫറു, ഷെയ്ത്താനാണ് കുഫ്ർ ചെയ്തത്. ഷെയ്ത്താൻ നമുക്കറിയാം അല്ലെ, അള്ളാഹിന്റെ ഒരു സൃഷ്ടിയാണ്, അള്ളാഹിനോട് അങ്ങേയറ്റം അനുസരണക്കേട് കാണിക്കുന്ന, അള്ളാഹുവിനെ വെല്ലുവിളിച്ചിട്ടുള്ള സൃഷ്ടിയാണ്. നമുക്കറിയാം ഷെയ്ത്താൻ എന്ന് പറയുന്നത് മനുഷ്യരിലും ഉണ്ട് ജിന്നുകളിലും ഉണ്ട്. മിനൽ ജിന്നത്തി വന്നാസ്, അത് പ്രത്യേകം ഓർക്കണം. ഷെയ്ത്താൻ എന്ന് പറയുമ്പോൾ നമ്മളത് മുമ്പേ ക്ലിയർ ആക്കിയതാണ്, ഷെയ്ത്താൻ ജിന്നുകളിലും മനുഷ്യരിലും ഉണ്ട്. അപ്പം വലാകിന്ന ഷയാത്തീന കഫറു, ഷയാത്തീനാണ് അവിശ്വാസം കാണിച്ചത്, ഷയാത്തീനാണ് മാജിക് ചെയ്തത്. ഇവിടെ ഒരിക്കലും സുലൈമാൻ അലൈഹിസ്ലാം അല്ല. അവര് സുലൈമാൻ അലൈഹിസ്ലാം ചെയ്ത മാജിക്കാണ് നമ്മൾ ചെയ്തതെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള കുറെ പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു. അതായത് സുലൈമാൻ അലൈഹി ഇസ്ലാമിന് ഇങ്ങനെ കാറ്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്, ഉറുമ്പ് സംസാരിക്കുന്നത് മനസ്സിലാവുന്നത്, ഇതൊക്കെ ജിന്നുമായിട്ടുള്ള കോൺട്രാക്ട് കാരണമാണ്, അല്ലെങ്കിൽ ജിന്നിന്റെ കൺട്രോൾ ആണെന്ന് അവർ പറയായിരുന്നു. അതേപോലെ നമ്മൾ പറഞ്ഞ വേറൊരു റിപ്പോർട്ടിൽ സുലൈമാൻ അലൈഹി ഇസ്ലാം ആ സമയത്ത് ആളുകളുടെ ഈ മാജിക്കിനോടുള്ള ഇൻട്രസ്റ്റ് കാരണം ഇതുപോലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ഒളിപ്പിച്ചു വെച്ചു. പക്ഷെ സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ മരണശേഷം ഇത് പുറത്തു വന്നപ്പോൾ ആളുകൾ പറഞ്ഞു, കണ്ടോ, ഇതൊക്കെ നോക്കിയിട്ടാണ് മൂപ്പർ ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. സുബ്ഹാനല്ലാഹ്. അപ്പം ജിന്നുകളാണ് ജിന്നുകളെ ഉപയോഗിച്ചാണ് ഇതുപോലെ മാജിക് ചെയ്തത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ സുലൈമാൻ അലൈഹിസ്സലാം ഒരിക്കലും ചെയ്തിട്ടില്ല.
പിന്നെ അള്ളാഹു പറയണ യുഅല്ലിമൂന നാസ സിഹ്റ, അവര് ആളുകളെ എന്താണ് സിഹ്ർ പഠിപ്പിക്കുമായിരുന്നു. യുഅല്ലിമൂന അല്ലമ യുഅല്ലിമു തഅലീം, പഠിപ്പിക്കുക. ഓക്കെ, അവര് ആൾക്കാരെ സിഹ്ർ പഠിപ്പിക്കുകയായിരുന്നു. സിഹ്ർ എന്ന് പറയുന്ന വാക്ക് അറബിയിൽ മാജിക്കിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, സീൻ ഹ റ, മാജിക്. എന്താണ് മാജിക്? മാജിക് എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമ്മള് കണ്ണിന് ഒരു ഇല്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യം, അല്ലെങ്കിൽ നമ്മളെ കണ്ണിനെ തന്നെ ചീറ്റ് ചെയ്യുന്ന കൺകെട്ട് വിദ്യ എന്നൊക്കെ നമ്മൾ പറയാം. അപ്പം ശരിക്കും എന്താണ് മാജിക് എന്ന് പറഞ്ഞാല്, അപ്പം മാജിക്കിന്റെ റിസൾട്ടുകൾ നമ്മൾ കാണാറുണ്ട് അല്ലെ. പ്രത്യേകിച്ച് സിഹ്ർ എന്നുള്ള വാക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം സിഹ്ർ എന്നുള്ള വാക്കും മാജിക് എന്ന് പറഞ്ഞ വാക്കും നമ്മളെ യൂസേജിൽ രണ്ടും ഡിഫറെന്റ് ആണ്, കംപ്ലീറ്റ്ലി ഡിഫറെന്റ്. നമ്മൾ മാജിക് എന്ന് പറയുന്നത് ഈ സ്റ്റേജിലൊക്കെ കാണിക്കുന്ന, മുതുകാടൊക്കെ കാണിക്കുന്ന പോലത്തെ സംഭവം മാത്രമാണ് നമുക്ക് മാജിക്. സിഹ്ർ എന്ന് പറഞ്ഞാൽ വേറെ എന്തോ ഒരു സാധനമാണ് അല്ലെ. അറബിയിൽ ഈ പറഞ്ഞ എല്ലാ കാര്യത്തിനും ഒരൊറ്റ വാക്കാണ് സിഹ്ർ. ഓക്കെ, മാജിക് നമ്മൾ വിചാരിക്കുന്ന മാജിക്കിനും സിഹ്ർ നമ്മൾ വിചാരിക്കുന്ന കാര്യത്തിനും എല്ലാത്തിനും ഒരേ ഒരു വാക്കാണ് എന്താണ് സിഹ്ർ. ഓക്കെ, അത് ചിലപ്പം ചിലരില്ലേ ചില സിഹ്റൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് രോഗങ്ങളൊക്കെ വരാം അല്ലെ. അപ്പം അതൊന്നും വെറും കൺകെട്ട് വിദ്യയൊന്നും അല്ല, അതൊക്കെ ശരിക്കും റിയാലിറ്റി ഉള്ള ഒരു സിഹ്ർ തന്നെയാണ്. ഓക്കെ, പലരും സിഹ്ർ ചെയ്തതിന്റെ പേരിൽ ആളുകളുടെ മേലിൽ നാച്ചുറലി ഉണ്ടാകുന്ന ഇഫക്റ്റ് ആണ്. സുബ്ഹാനല്ലാഹ്. പക്ഷെ ഈ ഇതുപോലെ നമ്മളെ തൊപ്പിന്റെ ഉള്ളിൽ നിന്നും ടവല് പുറത്തെടുക്കുന്നതും പൈസ കാണാണ്ടാവുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ കൺകെട്ട് വിദ്യ എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അതൊരു ജസ്റ്റ് ട്രിക്ക് എന്ന് പറഞ്ഞിട്ട്, അതല്ലെങ്കിൽ ഫേക്ക് ആണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് മാറ്റി നിർത്താം. പക്ഷേ യഥാർത്ഥത്തിൽ എല്ലാ മാജിക്കും അങ്ങനെയല്ല. മാജിക് എന്ന് പറഞ്ഞാൽ അതിനൊരു റിയാലിറ്റി ഉണ്ട്. എന്തൊരു കാര്യം നടന്ന് അതിന്റെ കോസ്, അതിന്റെ കാരണം എന്താന്ന് അറിയാത്ത, ഇപ്പം ഒരാള് ഭയങ്കരമായിട്ട് ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് അയാളുടെ മേലോട്ടാകെ ഭയങ്കര ചൊറി, ഒരു കാരണമില്ല, ഡോക്ടേഴ്സ് ഒന്നും അന്വേഷിച്ചിട്ട് എന്നുവെച്ചാൽ വൈദ്യശാസ്ത്രത്തിന് കണ്ടുപിടിക്കാൻ പറ്റാത്തത് എന്നുള്ളതല്ല, എത്ര ഡയഗ്നോസ് ചെയ്തിട്ടും ഇത് പെട്ടെന്ന് എങ്ങനെയാ വന്നതെന്ന് കാണാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, അതുപോലെ റീസൺ കണ്ടുപിടിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഒരു കോസ് കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു ഇഫക്റ്റ് ഉള്ള എന്തൊരു കാര്യത്തിനെയും മാജിക് എന്നാണ് വിളിക്കുന്നത്, അല്ലെങ്കിൽ സെഹർ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ ഈ സ്റ്റേജിലുള്ള മാജിക്കിലൊക്കെ കാണാം അല്ലെ, ഒരാളെ ഒരു ബോക്സിനകത്ത് കിടത്തിയിട്ട് ബോക്സിന്റെ നടു ഒരു ഇത് ഉപയോഗിച്ചിട്ട്, വാൾ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്യും. പക്ഷെ അയാളുടെ അടുത്ത് ബ്ലഡും വരൂല, അയാൾ മരിക്കയില്ല, യാതൊരു വേദന ഉണ്ടാവില്ല. അപ്പം ഇതൊക്കെ ട്രിക്ക് ആയിരിക്കാം, പക്ഷെ അതും എന്താണ്, എന്തുകൊണ്ടാണ് അത് സംഭവിക്കാത്തത് നമുക്കറിയില്ല. അപ്പം അതൊക്കെ മാജിക് ആണ്. ഒരു സംഭവം നടക്കുന്നുണ്ട്, അതിനൊരു ഇഫക്റ്റ് ഉണ്ട്, പക്ഷെ അതിന്റെ റീസൺ കോസ് എന്താന്ന് അറിയൂലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ്, മാജിക് ആണ്. നമുക്ക് അതെങ്ങനെയാ നടക്കുന്നതെന്ന് അറിയൂല എന്നുണ്ടെങ്കിൽ അതൊക്കെ മാജിക് ആണ്. ഓക്കെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹദീസിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ഇന്ന മിനൽ ബയാനി ലസിഹ്റൻ, നിശ്ചയമായും ചില ബയാനുകൾ, ബയാൻ എന്ന് വെച്ചാൽ സംസാരം, അതിനകത്ത് സിഹറുണ്ട്, മാജിക് ഉണ്ട്. ചില സംസാരങ്ങൾ ചിലരിൽ ഭയങ്കര മാജിക്കൽ ഇഫക്റ്റ് ഉണ്ടാക്കും അല്ലെ. ചിലപ്പം ഒരാൾ സംസാരിക്കുമ്പം എന്താണെന്നറിയില്ല, അത് കേൾക്കുമ്പോൾ ഭയങ്കര ഇമോഷണൽ ആവാം, നമ്മളെ ഹൃദയത്തിലേക്ക് തറച്ചു കയറാം, നമുക്ക് ദേഷ്യം വരാം, നമുക്ക് എന്താ പറയാ, നമ്മൾ അതിനെ പെട്ടെന്ന് പ്രതികരിക്കാം, ഈവൻ ആളുകൾ വയലന്റ് ആവാം, അങ്ങനെയൊക്കെ ഏതെങ്കിലും രീതിയിൽ ഇമോഷണലി ഒരു റിസൾട്ട് ഉണ്ടാക്കാം. ഇങ്ങനെയൊക്കെ അതായത് ഒരു സംസാരത്തിന് പോലും സിഹ്ർ ആകാനുള്ള സാധ്യത ഉണ്ട്. അത്രയ്ക്കും മാജിക്കൽ ഇഫക്റ്റ്, അതായത് അതിന്റെ കാരണം എന്താന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, ഒരു കാര്യം നടക്കുന്നുണ്ട്, അതിന്റെ കാരണം എന്താന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ്, മാജിക് അല്ലെങ്കിൽ സിഹറിന്റെ ഗണത്തിൽ പെടും. അതിനി ബ്ലാക്ക് മാജിക് ആണെങ്കിലും വൈറ്റ് മാജിക് ആണെങ്കിലും ഏത് രീതിയിൽ നമ്മൾ ഏതൊക്കെ വാക്ക് ഉപയോഗിച്ച് അതിനെ റെഫർ ചെയ്യുകയാണെങ്കിലും അതൊക്കെ അറബിയിൽ ഒരൊറ്റ കാര്യമാണ്, സിഹറാണ്. ആൻഡ് സിഹറിന് ഒരു റിയാലിറ്റി ഉണ്ട്. അതായത് ഈ ട്രിക്ക് പോലെയുള്ള സ്റ്റേജിലുള്ള കൺകെട്ട് വിദ്യ അല്ലെങ്കിൽ സയന്റിഫിക് ആയിട്ടുള്ള ഒരു കാര്യത്തിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി നടക്കുന്ന സിഹറുകൾക്കൊക്കെ ഒരു റിയാലിറ്റി ഉണ്ട്. ആ റിയാലിറ്റി നമ്മൾ പറഞ്ഞു അല്ലെ, അത് ജിന്നുമായിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് ആണ്. ജിന്നിനെ പ്ലീസ് ചെയ്തിട്ട് പകരം ജിന്നിന്റെ ഹെൽപ്പ് നേടിയിട്ട് നടത്തുന്ന കാര്യങ്ങളാണ് മാജിക്കുകൾ ഒക്കെ. ഓക്കെ,
നമുക്കറിയാം ഇപ്പം വമിൻ ഷെറിൻ നഫാസാത്തി ഫിൽ ഉഖദ് അല്ലെ, കെട്ടുകളിൽ ഊതുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഏല സുറുക്കൊക്കെ ഉണ്ടല്ലോ, അതിൽ എന്തെങ്കിലും ഒരാൾക്ക് ഉപദ്രവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഉപദ്രവം മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് അതിനകത്ത് എന്തെങ്കിലും ഊതുക, അങ്ങനെ കണ്ട എല്ലാ കാര്യങ്ങളിലും എന്താണ് സിഹർ ഉൾപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം എന്താണ് ഇസ്ലാമിൽ ഹറാമായിട്ടുള്ള കാര്യമാണ്. കുഫറും ഷിർക്കും ഒക്കെ വിളിച്ചു വരുത്തിയിട്ട് ഉണ്ടാക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള എല്ലാം അതിനടുത്തേക്ക് പോക്ക് പോലും ഹറാമാണ്. ഓക്കെ, അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിന്റെ പാർട്ടായിട്ട് മനസ്സിലാക്കി വെക്കണം. പ്ലസ് സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കി വെക്കണം. ആളുകൾ എങ്ങനെയാണ് സുലൈമാൻ അലൈഹി ഇസ്ലാമിനെ ബനു ഇസ്രായേലിന്റെ സമയത്ത് അവര് സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തും അതിനുശേഷം സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ പവറുകളെ ആൾക്കാർ എങ്ങനെയാണ് റെഫർ ചെയ്തത്, എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്തതെന്ന് മനസ്സിലാക്കണം. അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആക്കി മനസ്സിലാക്കുക. ഇത് ഹറാമാണെന്ന് മനസ്സിലാക്കുക. അപ്പം വലാക്കിന്ന ഷയാത്തീന കഫറു, ഷെയ്ത്താനാണ് എന്ത് കുഫ്ർ ചെയ്തത്. യുഅല്ലിമൂന നാസ സിഹ്റ, അവര് ആളുകളെ മാജിക് പഠിപ്പിക്കുമായിരുന്നു. ഏത് ആൾക്കാരാണ്? ബനു ഇസ്രായേലിനെ ആ ഒരു സമയത്ത്. ഓക്കെ, അവര് ഷെയ്ത്താന്റെ അടുത്ത് പോയി, ജിന്നിന്റെ അടുത്ത് പോയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവരിൽ നിന്ന് പഠിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുമായിരുന്നു. തുടർന്ന് വമാ ഉൻസില അലൽ മലക്കീനി ബിബാബില ഹാറൂത വമാറൂത്ത്, മാത്രമല്ല വമാ ഉൻസില എന്ന് പറഞ്ഞാല് ഇതിന് നമ്മൾ തുടക്കത്തിൽ വത്തബഉ മാ തത്ലു ഷയാത്തീനു പറഞ്ഞാലോ അല്ലെ, ഷയാത്തീൻ ചെയ്തതിന് അവർ പിന്തുടരുന്നു. അതേപോലെ പ്ലസ് അതിന്റെ കൂടെ എന്താണ് വമാ ഉൻസില, അവരിലേക്ക് ഇറക്കപ്പെട്ട കാര്യങ്ങള്. ഉൻസില എന്ന് വെച്ചാൽ ഇറക്കപ്പെട്ട, അലൽ മലക്കൈനി, രണ്ട് മലക്കുകൾ. ഓക്കെ, രണ്ട് മലക്കുകളുടെ മേലെ ഇറക്കപ്പെട്ട കാര്യങ്ങൾ. എവിടെ? ബിബാബില, ബാബിലോണിയയിൽ. ഇറാഖിലുള്ള ഒരു പഴയ സിറ്റിയാണ് ബാബിലോൺ. ബാബിലോണിയയിൽ ഉള്ള രണ്ട് മലക്കുകൾ. ഏതൊക്കെയാണ് മലക്കുകൾ? ഹാറൂത്ത് വ മാറൂത്ത്. ഹാറൂത്ത് മാറൂത്ത് എന്ന പേരായിട്ടുള്ള രണ്ട് മലക്കുകളുടെ മേല് ബാബിലോണിൽ അള്ളാഹു സുബ്ഹാനഹു തആല ഇറക്കിയതാണ് ആ രണ്ട് മലക്കുകളെ. അവര് ചില മാജിക്കുകൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സിഹറിന്റെ ചില ഇൽമുകൾ അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് സിഹർ? അപ്പൊ നമുക്ക് അത്ഭുതം തോന്നും, മലക്കുകളോ, അതും അള്ളാഹു സുബ്ഹാനഹു തആല ഇറക്കിയ മലക്കുകൾ സിഹർ സിഹറിന്റെ മാജിക് അല്ലെങ്കിൽ സിഹർ പ്രാക്ടീസ് ചെയ്യുന്നത് എങ്ങനെയാന്ന് ആൾക്കാരെ പഠിപ്പിക്കുക എന്ന് നമുക്ക് സംശയം തോന്നാം. അപ്പം മലക്കുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു തആല വഹി ഇറക്കാനുള്ള കഴിവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലേ, അത് പ്രവാചകന്മാർക്ക് ഇറക്കി കൊടുക്കാനുള്ള കഴിവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അള്ളാഹ്ക്ക് അവര് വഴി സിഹറും ഇറക്കാം. എന്തിനു വേണ്ടി? മനുഷ്യരെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, പരീക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം അവര് മലക്കുകൾ അത് കൊണ്ടുവന്നപ്പം അവർ അള്ളാഹിനെ അങ്ങേയറ്റം അനുസരിച്ചുകൊണ്ട്, അള്ളാഹ്ക്ക് അനുസരണക്കേട് കാണിച്ചുകൊണ്ടൊന്നല്ല അവർ കൊണ്ടുവന്നത്. അവര് അത് അള്ളാഹ് പറഞ്ഞത്, അള്ളാഹിന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് തന്നെയാണ് അവര് അത് കൊണ്ടുവന്നത്. പക്ഷേ അള്ളാഹുവിന്റെ ഉദ്ദേശം അത് ആളുകളെ ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. ഇപ്പം ഒരാളെ കൊല്ലാന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഭയങ്കര തെറ്റാണെന്നല്ലേ. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു കഴിഞ്ഞാൽ അതും ശരിയാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു തആല ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനോട് സ്വന്തം മോനെ അറക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭയങ്കര വലിയ തെറ്റല്ലേ കൊലപാതകം. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞത് കൊണ്ട് എന്താക്കി? ഇബ്രാഹിം അലൈഹി ഇസ്ലാം അത് അനുസരിക്കാൻ തയ്യാറായി. അതേപോലെ അള്ളാഹു സുബ്ഹാനഹു തആല മലക്കുകളെ സിഹറിന്റെ ഇൽമും കൊണ്ട് കൊടുത്തു വിട്ടു ബാബിലോണിയയിലേക്ക് രണ്ട് മലക്കുകൾ, ഹാറൂത്തിനെയും വാറൂത്തിനെയും. എന്തിനു വേണ്ടിയിട്ടാണ്? ബനു ഇസ്രായേലിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം അവർക്കിത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണല്ലോ അല്ലെ, മാജിക് സിഹർ എന്ന് പറയുന്നത് അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പൊ അള്ളാഹ് എന്ത് വിചാരിച്ചു? രണ്ട് മലക്കുകളെ ഇറക്കിയിട്ട് അവരെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇത് ഇറക്കി. നമുക്കറിയാം അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ അടുത്ത് ശരിയും തെറ്റും എന്താന്ന് നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അല്ലെ. നമുക്ക് എല്ലാവർക്കും പലതും ശരിയും തെറ്റും അറിയാം. പക്ഷേ നമ്മളുടെ ഹൃദയങ്ങളിൽ കുറെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഉണ്ട് അല്ലെ. ചില കാര്യങ്ങൾ ചെയ്യണം എന്ന് നമുക്ക് അറിയെങ്കിലും നമുക്ക് അതിനോട് വലിയൊരു ഇഷ്ടമൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല അല്ലെ. ചെയ്യണമെന്നല്ലോ എന്ന് വിചാരിച്ച് ചെയ്യുന്നതായിരിക്കും. നമ്മളുടെ ഹൃദയങ്ങളിലെ ഇഷ്ടം വേറെ എന്തിനോടോ ആയിരിക്കും. അതാണെങ്കിലോ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളോ ആയിരിക്കും അല്ലെ. ചെയ്യാൻ പാടില്ലാത്തതിനോട് പലതിനോടും നമുക്ക് ഇഷ്ടം ഉണ്ടാവും. വളരെ നാച്ചുറൽ ആണ്, നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ ഉണ്ട് അങ്ങനെ അല്ലെ. ഇപ്പം ഇന്ന് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു ഉദാഹരണം മ്യൂസിക്. ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്, ലഹരിയാണ് മ്യൂസിക് അല്ലെ. അട്രാക്ഷൻ ആണ്, അഡിക്ഷൻ ആണ് മ്യൂസിക്കിനോട്. പക്ഷേ അത് എന്താണ്? ഹറാമായ കാര്യങ്ങളാണ്. അപ്പൊ അതുപോലെ നമ്മളുടെ ഹൃദയത്തിന് ഇഷ്ടമുള്ളത് ഹറാമും അല്ലെങ്കിൽ ഹലാലാക്കിയ പല കാര്യങ്ങളോടും അല്ലെങ്കിൽ ചെയ്യേണ്ട പല കാര്യങ്ങളോടും നമുക്ക് ഇഷ്ടമില്ലായ്മയും ഉണ്ടാവാം. ഇതെന്തുകൊണ്ടാണ്? അള്ളാഹുവിന്റെ ഒരു പരീക്ഷണമാണ്.
അള്ളാഹ് നമ്മളെ അള്ളാഹ്ക്ക് അനുസരണക്കേട് കാണിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ ഇടും. എന്നിട്ട് അള്ളാഹ് പരീക്ഷിക്കും. നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾ നിങ്ങളുടെ നഫ്സിന്റെ ഇച്ഛകളാണോ ഫോളോ ചെയ്യുന്നത്, അതോ അള്ളാഹിന്റെ കമാൻഡ് ആണോ ഫോളോ ചെയ്യുന്നത്? അപ്പം ഇതേപോലെ ആണ് ബനി ഇസ്രായേലിന്റെ വേറൊരു കാര്യം നമ്മൾ കണ്ടിരുന്നു അല്ലെ? ശബ്ബത്ത് നാളില് അവരെടുത്ത് ഫിഷിംഗ് ചെയ്യരുത്, മീൻ പിടിക്കരുത് എന്ന് പറഞ്ഞിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തിട്ട് അവരെടുത്ത് നോ പറഞ്ഞു. പക്ഷെ അവരത് ചെയ്തു. അത് അവർക്കുള്ള ഒരു പരീക്ഷണമായിരുന്നു. അപ്പൊ അള്ളാഹു പരീക്ഷിക്കും. നമുക്ക് നമ്മളോട് യെസ്സും നോയും അല്ലെങ്കിൽ ഡൂൺ ഡോണ്ടും പഠിപ്പിച്ചു തരും. നമ്മൾ ഇത് ശരിയാണ് ഇത് തെറ്റാണെന്ന് പഠിപ്പിച്ചിട്ട് തെറ്റായ കാര്യങ്ങൾ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ നമുക്ക് അതിനുള്ള സാഹചര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെന്ന് ഇട്ടിട്ട് നമ്മൾ നമ്മുടെ നെഫ്സിനെ ആണോ നമ്മുടെ ഇച്ഛകളെ ആണോ അള്ളാഹിന്റെ കമാൻഡിനെ ആണോ ഫോളോ ചെയ്യുന്നത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരും മക്കയിലേക്ക് ഉംറയ്ക്ക് വേണ്ടി വരുന്ന സമയത്ത് അവർ ഇഹ്റാമിലാണ്. ഇഹ്റാമിൽ നമുക്കറിയാം ഹണ്ട് ചെയ്യാൻ പാടില്ല അല്ലെ? വേട്ടയാടാൻ പാടില്ല. പക്ഷെ അവർ പോണ വഴിക്ക് ഒരുപാട് മൃഗങ്ങളും പക്ഷികളും അവരുടെ കൈയെത്തുന്ന ദൂരത്തിൽ ഉണ്ടായിരുന്നു. അവർക്ക് ഈസി ആയിട്ട് പിടിക്കായിരുന്നു. പക്ഷേ അവർ ഇഹ്റാമിലായിരുന്നു. പരീക്ഷണമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ. അപ്പോൾ നമുക്ക് തിന്മ ചെയ്യാനുള്ള സാഹചര്യങ്ങളിൽ നമ്മളെ ചെന്ന് ഇട്ടിട്ട് അള്ളാഹു നമ്മളെ പരീക്ഷിക്കും. അതേപോലെ ബനു ഇസ്രായേലിന് അവർക്ക് മാജിക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ അള്ളാഹു അവരെ ടെസ്റ്റ് ചെയ്തു. 2 മലക്കുകളെ മാജിക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരെ വിട്ടു. സുബ്ഹാനല്ലാഹ്. പക്ഷെ അള്ളാഹു പറയാണ് വമാ യുഅല്ലിമാനി, അവർ നിങ്ങളെ അവർ രണ്ടുപേരും നിങ്ങളെ പഠിപ്പിക്കുമായിരുന്നില്ല. യുഅല്ലിമാനി 2 പേർ, ഐൻ ലാം മീം, യുഅല്ലിമൂന അവർ പഠിപ്പിച്ചു, യുഅല്ലിമാനി അവർ 2 പേർ പഠിപ്പിച്ചു. ഓക്കെ, അപ്പൊ വമാ യുഅല്ലിമാനി അവർ പഠിപ്പിക്കുമായിരുന്നില്ല, മിൻ അഹദിൻ ഒരാളെയും, ഹത്ത വരെ, ഏതോ ഒരു കാര്യം വരെ. എന്താണ്? യഖൂല അവർ 2 പേരും പറയുന്നത് വരെ. എന്താണ് അവർ പറയുന്നത്? ഇന്നമാ നിശ്ചയമായും ഞങ്ങൾ, നഹ്നു ഫിത്ന ഞങ്ങൾ ഫിത്നയാണ്, ഫലാ തക്ഫുർ നിങ്ങൾ അവിശ്വസിക്കരുത്, നിങ്ങൾ കുഫ്ർ ചെയ്യരുത്, നിങ്ങൾ സത്യനിഷേധം നടത്തരുത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണാർത്ഥം അവർ രണ്ടുപേരെയും വിട്ടു. എന്നാലോ അവരിത് പഠിപ്പിച്ചു കൊടുക്കുമ്പോഴും അവരെന്താ പറയാ? ഞങ്ങൾ ഫിത്നയാണ്, അതുകൊണ്ട് നിങ്ങൾ അവിശ്വാസം കാണിക്കരുത്. അങ്ങനെ പറഞ്ഞിട്ടാണ് അവര് പഠിപ്പിച്ചു കൊടുക്കുക. സുബ്ഹാനല്ലാഹ്. നമ്മളൊക്കെ ഏകദേശം അങ്ങനെയുള്ള അവസ്ഥകളിലൂടെ, നമ്മുടെ മുമ്പിലേക്ക് ഹാറൂത്തും മാറൂത്തും സെഹ്റും കൊണ്ട് ഇറങ്ങിയിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ അല്ലേ? നമുക്ക് എല്ലാ ശരികളും തെറ്റുകളും അറിയാം. പല തെറ്റുകൾ ചെയ്യുമ്പോൾ നമ്മളെ ഉള്ളിൽ നിന്ന് തന്നെ വരും, ഇത് തെറ്റാണ്, ഇത് തെറ്റാണ് അല്ലെ, ഇത് ചെയ്യാൻ പാടില്ല. പക്ഷെ നമ്മൾ അതിനുള്ള സാഹചര്യത്തിലായിരിക്കും. അപ്പൊ നമ്മളെ നെഫ്സിനെ നമ്മൾ എത്രത്തോളം സ്ട്രോങ് ആക്കി വെച്ചിട്ടുണ്ട്, അത്രത്തോളമാണ് നമുക്കതിന് എന്താ പറയാ ഫോളോ ചെയ്യാതിരിക്കാനുള്ള കഴിവ്, അല്ലെങ്കിൽ അള്ളാഹിന്റെ കൽപ്പനകളെ മാത്രം ഫോളോ ചെയ്യാനുള്ള കഴിവ്. അപ്പം അവര് എന്ത് പഠിപ്പിക്കുമ്പോഴും അവര് ക്ലിയർ ആക്കുമായിരുന്നു, ഞങ്ങൾ എന്താണ് ഫിത്നയാണ്, അതുകൊണ്ട് നിങ്ങൾ കുഫ്ർ ചെയ്യരുത്, ഫലാ തക്ഫുർ നിങ്ങൾ കുഫ്ർ ചെയ്യരുത്. ഫിത്ന എന്നുള്ള വാക്ക് ഫ ത നൂൻ. ഓക്കെ, ഫിത്ന പരീക്ഷണം, ഒരു ടെസ്റ്റ്. ഓക്കെ, ഫത്തന എന്നുള്ള വാക്കിൽ നിന്നാണ്. ഫത്തന എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ സ്വർണത്തിനെയും വെള്ളിനെയൊക്കെ തീയിലിട്ട് ഇതാക്കൂലെ, അതിനെ തീ കാട്ടി ഉരുക്കൂലെ, അതിനാണ് ഫത്തന എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഉരുക്കുമ്പോൾ അത് മെൽറ്റാവും അല്ലെ, സ്വർണവും വെള്ളിയും മെൽറ്റായിട്ട് അതിനുള്ള ഇംപ്യൂരിറ്റീസ് എല്ലാം, അതിനുള്ള അഴുക്കുകൾ അല്ലെങ്കിൽ മിക്സ് ഒക്കെ മാറ്റി പ്യൂർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനെ ഉരുക്കുന്നത്. ഇപ്പൊ നമ്മളൊക്കെ കൊല്ലങ്ങളായിട്ട് ഉപയോഗിച്ച് എന്തെങ്കിലും ഗോൾഡ് ഓർണമെന്റ്സ്, റിങ്ങോ ഒക്കെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരതിന് തീ കാണിച്ചിട്ട് അതിൽ അഴുക്കൊക്കെ കളഞ്ഞിട്ടാണ് അവരതിന് വെയിറ്റ് പോലും നോക്കുള്ളൂ. ഓക്കെ, അപ്പം പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് തീയിൽ കാണിക്കുന്നതിനാണ് ഫത്തന എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പം ഫിത്ന എന്ന് പറഞ്ഞ ടെസ്റ്റ് നമുക്ക് ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ടാന്ന് തോന്നുന്നു ചില സമയത്ത്. നമ്മൾ കത്തിപ്പോണ പോലെ അല്ലെ, നമ്മൾ തീ ചവിട്ടിയാ നിൽക്കുന്നതെന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ചില പരീക്ഷണങ്ങൾ വരുമ്പോൾ. ഞാൻ തീ തന്നെ സുബ്ഹാനല്ലാഹ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട്, പ്യൂർ ആക്കാൻ വേണ്ടിയിട്ട്, നമ്മളുടെ ഉള്ളിലുള്ള ഇമ്പ്യൂരിറ്റീസ് ഒക്കെ എടുത്ത് കളയാൻ വേണ്ടിയിട്ട് നമ്മളെ കൂടുതൽ സ്ട്രോങ്, അപ്പൊ സ്വർണ്ണമൊക്കെ കൂടുതൽ സ്ട്രോങ് ആവാണ് അല്ലെ, അതിനകത്തുള്ള സാധനങ്ങൾ അഴുക്കുകളൊക്കെ നഷ്ടപ്പെടുത്തിയിട്ട് ക്ലീൻ ആക്കിയിട്ട് സ്ട്രോങ് ആക്കാണ്. അതേപോലെ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ പരീക്ഷിച്ച് ക്ലീൻ ആക്കുന്ന വാക്കുകളാണ് ഫിത്ന എന്ന് പറയുന്നത്. അപ്പം ഈ മലായിക്കത്ത് പറയാണ് ഇന്നമാ നഹ്നു ഫിത്ന, ഞങ്ങൾ രണ്ടുപേരും എന്താണ്, ഞങ്ങൾ പരീക്ഷണമാണ്, ഫലാ തക്ഫുർ അതുകൊണ്ട് നിങ്ങൾ അവിശ്വാസം കാണിക്കരുത്. അപ്പം ആർക്കാണ് ഇങ്ങനെയൊക്കെ അറിഞ്ഞിട്ടും
മാജിക് പഠിക്കേണ്ടത് അല്ലേ, അത് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് മാജിക് തെറ്റാണെന്നും പഠിപ്പിച്ചു കൊടുത്ത് ഇത് പഠിപ്പിക്കാൻ വരുന്ന ആളും പറയാണ് ഇത് തെറ്റാണ്, ഇത് ചെയ്യാൻ പാടില്ല, ഞങ്ങൾ വെറും പരീക്ഷണാണ്, എന്നിട്ടും ആരൊക്കെയാണ് ഇതിന്റെ പിന്നാലെ പോകുന്നത് എന്ന് കാണാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ഇറക്കിയത്. അപ്പൊ മലക്കുകൾക്ക് ആളുകളോട് സംസാരിക്കാൻ പറ്റുമോ എന്നുള്ള സംശയമൊക്കെ വന്നേക്കാം. ഒരുപക്ഷെ അവർ മനുഷ്യരുടെ രൂപത്തിലായിരിക്കാം അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ അയച്ചിട്ടുള്ളത്. അള്ളാഹിന്റെ കമാൻഡ് അങ്ങനെ ആയിരിക്കാം അല്ലെ. ഒരു 2 മനുഷ്യന്മാരുടെ രൂപത്തിൽ വന്നിട്ടാണ് അവർ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോഴൊക്കെ അവർ പറയുന്നുണ്ട് ഇന്നമാ നഹ്നു ഫിത്ന ഫലാ തക്ഫുർ, നിങ്ങൾ അത് അവിശ്വാസം കാണിക്കരുത്. അപ്പം ബനി ഇസ്രായേലിൽ ചിലരെങ്കിലും ഇത് പഠിക്കാൻ വരുന്ന ചിലരെങ്കിലും ഇത് തെറ്റാണ്, എന്നാ പിന്നെ ഇത് ചെയ്യേണ്ട അല്ലെ, ഇതൊരു വാണിംഗ് ആണ് എന്ന് വിചാരിച്ച് മടങ്ങിപ്പോയവർ ഉണ്ടായിരിക്കാം. എന്നാൽ വേറെ ചിലര് അത്ര പറ്റൂല, എന്നാ ഒന്ന് പഠിച്ചു നോക്കിയിട്ട് തന്നെ ബാക്കി കാര്യം. അപ്പൊ നമ്മളൊക്കെ ഉണ്ടല്ലേ പല വാണിങ്ങൾ. ഇപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു സിഗരറ്റിന്റെ ബോക്സിന്റെ മുകളിൽ ഉണ്ടാവും അല്ലെ, ഇൻജൂറിയസ് ടു ഹെൽത്ത്. ആ വാണിംഗ് കണ്ടിട്ടും അത് ഉപയോഗിക്കുന്ന ആളുകൾ സ്വന്തം റിസ്കിലാണ് ആ പണിയിലേക്കൊക്കെ പോണത് അല്ലെ. അതുകൊണ്ട് വരുന്നത് എന്തും അവരുടെ സ്വന്തം റിസ്ക് ആണ്. കാരണം ഈ കമ്പനി അല്ലെങ്കിൽ ഗവൺമെന്റ് ഇത് എന്താണ് ഇൻജോറിയസ് ആണെന്ന് അല്ലെങ്കിൽ മോശമാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ അതുപോലെയാണ് ഇവിടെയും ഹാറൂത്തും മാറൂത്തും നിങ്ങൾ ഇത് തെറ്റാണ് കേട്ടോ, ഞങ്ങൾ ഈ തെറ്റാ പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞിട്ടും അവര് അത് ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ സ്വന്തം റിസ്ക് ആണ്. ഫലാ തക്ഫുർ, നിങ്ങൾ അവിശ്വാസം കാണിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവര് അത് പഠിച്ചെടുക്കുന്നുണ്ടെങ്കിൽ അത് എന്താണ് അവരുടെ തെറ്റാണ്, ഞങ്ങളുടെ തെറ്റല്ല. ഹാറൂത്തിനും മാറൂത്തിനും ഇക്കാര്യത്തിൽ യാതൊരു സേയും ഇല്ല അല്ലെ, ഒരു ടേക്കും ഇല്ല. കാരണം അവരാണ് ചെയ്യുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പം ഒരുപക്ഷെ വേറൊരു സംശയം ഉണ്ടായേക്കാം, എന്തിനാണ് ഇങ്ങനെ മലക്കുകളെ അല്ലെ കുഫ്റ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സിഹ്ർ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് മലക്കുകളെ വിട്ടത്? ശരിയാണ്, ഈ ലോകത്ത് ഒരുപാട് തിന്മകൾ ഉണ്ടെന്നുള്ളത് നമുക്കറിയാം അല്ലെ. നമ്മളുടെ ഡ്യൂട്ടി എന്താ? നമ്മളെ സ്വയം തിന്മകളിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുക. ഈ ലോകത്തുള്ള എല്ലാ തിന്മയും മായ്ച്ചു കളഞ്ഞിട്ട് ഞാൻ നന്നായി എന്ന് പറയുന്നതിൽ ഒരു അർത്ഥവും ഇല്ലല്ലേ. പിന്നെ അതിനകത്ത് ടെസ്റ്റ് ഇല്ല, അതിനകത്ത് പരീക്ഷണം ഇല്ല, ചലഞ്ച് ഇല്ല. എന്റെ ജീവിതത്തിൽ ഒരു പരീക്ഷണവും വേണ്ട റബ്ബേ, എന്നെ നീ പരീക്ഷിക്കല്ലേ റബ്ബേ, എനിക്ക് എല്ലാ സുഖങ്ങളും മാത്രം തരണേ റബ്ബേ, എന്റെ എല്ലാ കാര്യങ്ങളും സുഖാക്കണേ ഭൂമിയിൽ എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിനകത്ത് എന്താ നമുക്ക് പരീക്ഷണം? എന്തിലാ നമ്മൾ ജയിച്ചിട്ട് അള്ളാഹിന്റെ അടുത്തേക്ക് പോയിട്ട് സ്വർഗം വാങ്ങാൻ പോണത് അല്ലെ. സുബ്ഹാനല്ലാഹ്. ശരിയാണ്, നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷ തേടണം. അതോടൊപ്പം നമുക്ക് വന്ന പരീക്ഷണങ്ങളെല്ലാം അള്ളാഹുവിനോട് അടുക്കാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കണം, നമ്മൾ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കണം, നമുക്ക് സ്വർഗം നേടാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കണം അല്ലെ. നമ്മുടെ പരലോകത്തിലേക്കുള്ള ഹൈറിന്, ഇഹത്തിലേക്കും പരത്തിലേക്കുമുള്ള ഹൈറിന് വേണ്ടിയായിരിക്കണം നമ്മൾ അള്ളാഹുവിന്റെ അടുത്ത് തേടുന്നത്. അതിൽ ചിലപ്പോൾ പരീക്ഷണങ്ങൾ ഉണ്ടായേക്കാം, അത് നമുക്ക് ഇഹത്തിലും പരത്തിലും ഹൈറാണെങ്കിൽ അല്ലെ സുബ്ഹാനല്ലാഹ് അള്ളാഹുവിന്റെ സഹായത്തോടു കൂടി നമുക്ക് അതിനെ ഫേസ് ചെയ്യാം. പക്ഷെ നമുക്ക് സുഖം മാത്രം മതി, സുഖം മാത്രം മതി, തിന്മയൊന്നും വേണ്ട, നന്മ മാത്രം മതി എന്ന് പറഞ്ഞിട്ട് പരീക്ഷണങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ സ്വർഗത്തിലേക്ക് പോകാന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് വെറും വ്യാമോഹം മാത്രമാണ് അല്ലെ. പിന്നെ ജന്നത്ത്, അവിടെ സ്വർഗവും നരകവും ഉണ്ടാക്കി വെക്കുന്നതിൽ ഒരർത്ഥമില്ല. ശിക്ഷയും രക്ഷയും അല്ലെങ്കിൽ ശിക്ഷയും പ്രതിഫലവും അള്ളാഹു കാത്തു വെച്ചിരിക്കുന്നതിൽ ഒരർത്ഥവും ഇല്ല അല്ലെ. അപ്പം ഭൂമിയിൽ തിന്മകൾ ഉണ്ടാവും, മോശം കാര്യങ്ങൾ ഉണ്ടാവും. നമ്മളെ ഡ്യൂട്ടി എന്താ? നമ്മൾ അതിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യാം. അപ്പം ആൾക്കാർ എന്തെങ്കിലും രോഗങ്ങൾ അല്ലെങ്കിൽ പകർച്ചവ്യാധികൾ വരുമ്പോൾ ഇല്ല ഇല്ല അങ്ങനെ ലോകത്ത് രോഗമൊന്നും ഉണ്ടാകാൻ പാടില്ല, ഞാൻ വാക്സിനേഷൻ ഒന്നും എടുക്കൂല എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ വിഡിത്താണല്ലേ. രോഗം ഉണ്ടാവും, നമ്മൾ വാക്സിനേഷൻ എടുക്കുക, അത്രയേ ഉള്ളൂ. ലോകമാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പരീക്ഷണങ്ങളുടെ ഭാഗമായിട്ട് രോഗങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. നമ്മൾ നമ്മളെ സ്വയം രക്ഷിക്കുക. അതേപോലെയാണ് നമ്മൾ തിന്മകൾ ലോകത്തുണ്ടാവും, തെറ്റുകളും ഒക്കെ നമ്മുടെ ചുറ്റുപാടും ഒരുപാട് പ്രലോഭനങ്ങൾ ഉണ്ടാവും. പക്ഷെ നമ്മൾ നമ്മളെ രക്ഷിക്കുക. അതേപോലെ ബനി ഇസ്രായേലിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മളുടെ ഇന്നത്തെ കാലത്ത് നമ്മളുടെ ചുറ്റുപാടുമുള്ള ഒരുപാട് പരീക്ഷണങ്ങൾ ഇതുപോലത്തത് ഉണ്ട് അല്ലേ. അതൊക്കെ നിർത്തി വെച്ചിട്ട് നമ്മൾ നന്നാവണം എന്ന് വിചാരിച്ചാൽ നടക്കൂല. പലരും പ്രത്യേകിച്ച് ഈ ഗൾഫിലൊക്കെ ഒരുപാട് നാള് സെറ്റിലായിട്ട് അവിടെ ജീവിച്ച് നാട്ടിലേക്ക് വരുന്ന പലരും പറയുന്ന പരാതികൾ കേൾക്കാറുണ്ട്. നാട്ടിലെ ആൾക്കാർ അങ്ങനെയാണ് ഇങ്ങനെയാണ്. നമ്മളൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. ഒരു സ്വഭാവം മോശമാണ്, ഒരു വർത്താനം അതാണ്, ഓരോ സ്ഥലത്ത് ഓരോ മുഖമാണ്. അവരൊക്കെ നന്നാക്കിയിട്ട് അവരൊക്കെ ശരിയായിട്ട് നമ്മൾ ഇവിടെ വന്നിട്ട് പിന്നെ എന്തുണ്ടാക്കാനാണ് നമ്മൾ വന്നിട്ടുള്ളത് അല്ലെ. പരീക്ഷണങ്ങൾ നമ്മുടെ ചുറ്റുപാട് എപ്പോഴും ഉണ്ടാവും. ആളുകൾ നമുക്ക് ഇഷ്ടമില്ലാത്തത് പറയും, നമുക്ക് ഇഷ്ടമില്ലാത്തത് ചെയ്യും, നമ്മൾ പറയുന്നത് ചെയ്യാതിരിക്കും, ഒക്കെ ചെയ്യും. അതിൻ്റെയൊക്കെ ഉള്ളിൽ നമ്മളെ സംരക്ഷിച്ച് നമ്മളെ സ്വർഗം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ പരീക്ഷണം. നമുക്ക് അവിടെ കുഫ്റ് ചെയ്യാനും അവിശ്വസിക്കാനും തെറ്റ് ചെയ്യാനും ഒക്കെ ഉള്ള അവസരം, ഓപ്പർച്യൂണിറ്റി നമുക്ക് അവിടെ ഉണ്ട്. പക്ഷെ അത് വേണോ അതോ അതൊക്കെ ഉപയോഗിച്ച്, ആ സിറ്റുവേഷൻസ് ഒക്കെ ഉപയോഗിച്ച്, ആ ആൾക്കാരൊക്കെ ഉപയോഗിച്ച്, ലോകത്തിലെ തിന്മകളൊക്കെ ഉപയോഗിച്ച് നമ്മുടെ നന്മകൾ ഉണ്ടാക്കണോ, സ്വർഗം ഉണ്ടാക്കണോ എന്നുള്ളത് നമ്മളുടെ ചിന്തയാണ്. സുബ്ഹാനല്ലാഹ്, നമ്മളുടെ തീരുമാനമാണ്.
അപ്പൊ ബാക്കിയുള്ളവർ എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും ആരെങ്കിലും ഒരാളെ കുറ്റം പറഞ്ഞിട്ട് ഓരോ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, ഇവരിങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ ആദ്യം നമ്മളോട് പറയുന്നത് എന്റെ കഴിവ് കേടാ. ഞാനും നിങ്ങളും ആരെങ്കിലും കുറ്റം പറഞ്ഞിട്ട് ഓരോ അങ്ങനെ ചെയ്തുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയി, ഓരോ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, ഇവരിങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ കഴിവ് കേടാ. നമ്മളെ ഇങ്ങോട്ട് അയച്ചത് ദുന്യാവിനെ നന്നാക്കാനല്ല, അതായത് എല്ലാവരും നന്നാക്കിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാനല്ല. നമ്മളെ കയ്യിൽ ഒരൊറ്റ കഴിവേ ഉള്ളൂ, നമ്മളെ മാത്രം മാറ്റാൻ വേണ്ടിയിട്ട്. ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, കാണിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവരെ നന്നാക്കുക എന്നുള്ളത് അവരുടെ ഹൃദയത്തിനകത്തുള്ളതിനനുസരിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പം ഹത്താ യഖൂല ഇന്നമാ നഹ്നു ഫിത്നത്തുൻ ഫലാ തക്ഫുർ, മലായിക്കത്ത് ഇത് അവർ രണ്ടുപേരും ഇത് പറയായിരുന്നു. എന്ത്? ഞങ്ങൾ നിശ്ചയമായും ഫിത്നയാണ്, നിങ്ങൾ അവിശ്വസിക്കരുത്, നിങ്ങൾ കുഫ്ർ ചെയ്യരുത്, സുബ്ഹാനല്ലാഹ്, നിങ്ങൾ നിഷേധം കാണിക്കരുത്. ഇതേ മലക്കുകൾ തന്നെ, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മലായിക്കത്ത് വഹ്യും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ബനു ഇസ്രായേൽ അതിലേക്ക് ഓടി അടുത്തില്ലല്ലോ അല്ലെ? പക്ഷെ മാജിക് വന്നപ്പോ, സെഹർ കൊണ്ടുവന്നപ്പോ അവര് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് അതിലേക്ക് പോയി. അവർ അള്ളാഹിന്റെ ഗ്രന്ഥത്തിൽ അവർക്ക് യാതൊരു ഇൻട്രസ്റ്റും ഉണ്ടായിരുന്നില്ല. അപ്പൊ പരീക്ഷണങ്ങൾ വരും, എന്തിലേക്കാ നമ്മൾ ഓടുന്നത്, അല്ലെങ്കിൽ പ്രലോഭനങ്ങൾ വരും, നമ്മൾ എന്തിലേക്കാ ഓടുന്നത് എന്നുള്ളത് നമ്മളുടെ തീരുമാനം ആണ്. അതാണ് നമ്മളുടെ ആഖിറ തീരുമാനിക്കുന്നത്. അങ്ങനെ അവര് മാജിക് പഠിച്ചിട്ട്, അതുകൊണ്ട് അവരെന്താ ചെയ്തത്? അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ് ഫയതഅല്ലമൂന, അപ്രകാരം അവരത് പഠിച്ചു. മിൻഹുമ, ആ രണ്ട് മലക്കുകളിൽ നിന്ന്, ഓക്കെ, അവർ രണ്ടുപേരിൽ നിന്ന്, മാ യുഫർരിഖൂന, അത് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്ന അവര്? യുഫർരിഖൂന, അവര് സെപ്പറേറ്റ് ചെയ്യുമായിരുന്നു. ബിഹി, അതുകൊണ്ട്. ഓക്കെ, യുഫർരിഖൂന എന്ന് പറഞ്ഞാൽ അവര് വേർപ്പെടുത്തുമായിരുന്നു. അതുകൊണ്ട് ബൈനൽ മർഇ, ഒരു പുരുഷൻ, വസൗജിഹി, അവന്റെ വൈഫും അവന്റെ ഭാര്യയും തമ്മിൽ അവരെന്താക്കും? സെപ്പറേഷൻ ഉണ്ടാക്കുമായിരുന്നു. അവരപ്രകാരം മാജിക് പഠിച്ചെടുത്തിട്ട് ഭാര്യക്കും ഭർത്താവിനും ഇടയ്ക്ക് സെപ്പറേഷനും ഉണ്ടാക്കുമായിരുന്നു. യുഫർരിഖൂന ഫറഖ, തഫ്രീഖ് എന്ന് പറഞ്ഞാൽ രണ്ടുപേരുടെ ഇടയിൽ ഫർക്ക് ഉണ്ടാക്കുക, രണ്ടെണ്ണത്തിന് തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുക. നമ്മൾ ഫറഖന പഠിച്ചിട്ടുണ്ടല്ലേ, ഇതാ ഫറഖന ബികുമുൽ ബഹ്റ അല്ലെ, കടലിനെ സെപ്പറേറ്റ് ചെയ്തത്. സുബ്ഹാനല്ലാഹ്, ഫറഖ എന്ന് വെച്ചാൽ സെപ്പറേറ്റ് ചെയ്യുക. സോ യുഫർരിഖൂന, അവര് സെപ്പറേറ്റ് ചെയ്യായിരുന്നു. ബിഹി, അതുകൊണ്ട്, മാജിക് കൊണ്ട്, ബൈനൽ മർഇ വസൗജിഹി, ഒരു പുരുഷനും അവന്റെ ഭാര്യയും തമ്മിൽ. സുബ്ഹാനല്ലാഹ്, ഒരു ഡൈവോഴ്സും ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിൽ വിള്ളലുകളും ഒക്കെ ഉണ്ടാക്കുമായിരുന്നു. വമാഹും, അവരായിരുന്നില്ല, ബിദാരീന, ഓക്കെ, ബിദാരീന, ഒരു ദ്രോഹവും ചെയ്യാൻ അവർക്ക്, അതായത് ദ്രോഹം വരുത്തുന്നവരായിരുന്നില്ല. ദ്വാരീന, ദ്വാറിന്റെ പ്ലൂരലാണ് ദ്വാറൂന, ദ്വാരീന. ഓക്കെ, റൂട്ട് ദ്വാദ് റോ റോ, ദൊറാർ. ദൊറാർ എന്ന് വെച്ചാൽ ഉപദ്രവം അല്ലെങ്കിൽ നഷ്ടമുണ്ടാക്കുക. അപ്പം അവര് ഉപദ്രവം ഉണ്ടാക്കുന്നവരായിരുന്നില്ല. ബിഹി, അതുകൊണ്ട്, മിൻ അഹദിൻ, ഒരാൾക്കും. അവര് ഭാര്യക്കും ഭർത്താവിനും ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കും, പക്ഷേ എന്താണ്, അവര് ഉപദ്രവം വരുത്തുന്നവരായിരുന്നില്ല ഒരാൾക്കും. എങ്ങനെ? ഇല്ലാ ബി ഇദ്നില്ല, അള്ളാഹുവിന്റെ അനുവാദം കൂടാതെ. ഇദൻ, ഹംസ ദാൽ നൂൻ, അനുവാദം. ഓക്കെ, അള്ളാഹുവിന്റെ അനുവാദം കൂടാതെ അവർക്ക് ഇതൊന്നും നടത്താൻ പറ്റില്ലായിരുന്നു. അവര് മാജിക് പഠിച്ചിട്ടുണ്ട്, മാജിക് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ആ മാജിക് ഉപയോഗിച്ച് അവര് എന്തൊക്കെ ചെയ്യാൻ ശ്രമിക്കുമായിരുന്നു? കുടുംബങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാക്കാൻ നോക്കുമായിരുന്നു, ഭാര്യയും ഭർത്താവും തമ്മിൽ വിള്ളലുകൾ ഉണ്ടാക്കാൻ നോക്കുമായിരുന്നു, അതൊക്കെ ചെയ്യുമായിരുന്നു അല്ലെ? സുബ്ഹാനല്ലാഹ്. അപ്പൊ ഫാമിലി ബ്രേക്ക് ആയി കഴിഞ്ഞാൽ സൊസൈറ്റിയും ബ്രേക്ക് ആവും അല്ലെ? കാരണം ഒരു ഭാര്യക്കും ഭർത്താവിനും പരസ്പരം എന്താ പറയാ, ഒത്തുപോകാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരുമ്പം അവർക്ക് മറ്റുള്ളവർ, പുറത്തുള്ള ആളുകളെയും സഹിക്കാൻ പറ്റാണ്ടാവും. അങ്ങനെ സമൂഹത്തിലും മൊത്തത്തില് വിള്ളലുകൾ വരുമായിരുന്നു. അപ്പം അപ്രകാരം അവർ മൊത്തം സമൂഹത്തിനെ ഇഫക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ മാജിക് ഉപയോഗിച്ച് അവർ ശ്രമിച്ചിരുന്നു. ഓക്കെ, പക്ഷേ അവരിതൊക്കെ ശ്രമിച്ചാലും അള്ളാഹുവിന്റെ അനുവാദം കൂടാതെ അതൊന്നും നടക്കൂലായിരുന്നു. സുബ്ഹാനല്ലാഹ്, അവരിനി എന്തൊക്കെ മാജിക് ശ്രമിച്ചാലും അള്ളാഹിന്റെ ഖദർ, അള്ളാഹിന്റെ അനുവാദം ഇല്ലാതെ ഒരു മാജിക്കിനും റിസൾട്ട് ഉണ്ടാവില്ലായിരുന്നു. ഭൂമിയിൽ എന്ത് നടക്കണമെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല തീരുമാനിക്കണം അല്ലേ? നമുക്ക് ട്രൈ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. മറ്റൊരാൾക്ക് ഉപദ്രവം വരുത്തണം എന്നുണ്ടെങ്കിൽ അത് അള്ളാഹ് തീരുമാനിക്കണം. മറ്റൊരാൾക്ക് ഒരു പ്രയോജനം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അത് അള്ളാഹു തീരുമാനിക്കണം. അപ്പം നമ്മൾ വേറൊരു ചിന്ത നമ്മുടെ മനസ്സിലൂടെ പോകാം, അത് എങ്ങനെയാണ് അള്ളാഹു മറ്റുള്ളവർക്ക് ഉപദ്രവം വരുത്താൻ അനുവദിക്കുന്നത്? കാരണം ചില സിഹറുകളൊക്കെ അത് നടക്കാറുണ്ടല്ലോ അല്ലെ? മറ്റുള്ള കുടുംബ ബന്ധങ്ങൾ തകരാറുണ്ട്, രോഗങ്ങൾ വരാറുണ്ട്, ആളുകൾ ഇവൻ മരിക്കാറ് പോലും ഉണ്ട് സിഹർ കാരണം. അപ്പം അള്ളാഹു എന്തിനാണ് അതിന് അനുവാദം നടക്കുന്നത്?
അഗെയിൻ സെയിം നമ്മളിപ്പോ തൊട്ട് മുമ്പേ പറഞ്ഞ അതേപോലെ ലോകത്ത് നമ്മളെ ചുറ്റുപാട് ഒരുപാട് അനീതികൾ നടക്കുന്നുണ്ട് അല്ലേ? പിഞ്ചു കുഞ്ഞുങ്ങളാണ് സുബ്ഹാനല്ലാഹ്, ശരിക്കും ക്രിമിനലുകളോട് എടുക്കുന്ന ട്രീറ്റ്മെന്റ് ആണ് അവരുടെ അടുത്ത് നടത്തുന്നത് സുബ്ഹാനല്ലാഹ് ലോകത്തിലെ. അപ്പം ഇതൊക്കെ അള്ളാഹു അനുവദിക്കുന്നത് തന്നെയല്ലേ? അപ്പൊ അതുകൊണ്ട് എന്താണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്? ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാല് അള്ളാഹു അനുവദിക്കുന്നത് വേറെ, അള്ളാഹു ഇഷ്ടപ്പെടുന്നത് വേറെ. ഇത് രണ്ടും രണ്ടാണ്. രണ്ടിനും രണ്ടാക്കി മനസ്സിലാക്കുക. അള്ളാഹു ഉദ്ദേശിക്കുന്നത് നടക്കും. ഓക്കെ, അതേസമയം ഈ ഉദ്ദേശിക്കുന്നതിൽ അള്ളാഹു അനുവദിക്കുന്നതും ഉണ്ട്, അള്ളാഹു ഇഷ്ടപ്പെടുന്നതും ഉണ്ട്. അള്ളാഹു അനുവദിക്കുന്നത് ഒരുപക്ഷെ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളതായിക്കൊള്ളണമെന്നില്ല. ഇപ്പം ഈ കുട്ടികളുടെ മരണങ്ങൾ അല്ലെ, എത്രയോ ജെനോസൈഡ്സ് നടക്കുന്നുണ്ട്. അതൊന്നും അള്ളാഹു ഇഷ്ടപ്പെടുന്നതായിക്കൊള്ളണമെന്നില്ല, പക്ഷെ അള്ളാഹു അനുവദിക്കുന്നതാണ്. അള്ളാഹു അനുവദിക്കാതെ അത് നടക്കുകയില്ല. ആരൊക്കെ അവർ കൊല്ലണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാലും നശിപ്പിക്കണം എന്ന് വിചാരിച്ചാലും അള്ളാഹു അനുവദിച്ചാലേ നടക്കുള്ളൂ. അള്ളാഹു നന്മയും അതായത് നല്ല കാര്യങ്ങളും സംഭവിക്കാൻ അനുവദിക്കും, ചീത്ത കാര്യങ്ങളും സംഭവിക്കാൻ അനുവദിക്കും. എന്തുകൊണ്ടാണ്? പരീക്ഷണമാണ് അല്ലെ? അതന്നെ നമ്മൾ തൊട്ട് മുമ്പേ പറഞ്ഞു വെച്ചത്. ഒരാള് കളവ് പറയണമെന്ന് വിചാരിക്കുക. ഓക്കെ, അയാളൊരു കളവ് പറയാൻ വേണ്ടി പ്ലാൻ ചെയ്തു. പക്ഷെ അയാൾക്കത് പറയണമെന്നുണ്ടെങ്കിൽ അള്ളാഹിന്റെ അനുവാദം വേണം. അള്ളാഹു അനുവദിച്ചാലേ അയാൾക്ക് ആ കളവ് പറയാൻ പറ്റുള്ളൂ. വേറെ ആളെ വഴക്ക് പറയണമെന്ന് വിചാരിച്ചിട്ട് ഫോൺ അങ്ങോട്ട് എടുക്കുക, അവന് അങ്ങനെ വെറുതെ വിട്ടാൽ പറ്റൂലല്ലോ. പക്ഷെ അള്ളാഹു അനുവദിച്ചാലേ അവനത് പറയാൻ പറ്റുള്ളൂ. അള്ളാഹു ആ കോള് കണക്ട് ആക്കിയില്ലെങ്കിൽ ഒരു പക്ഷെ അവൻ പിന്നെ വിളിക്കുമ്പോൾ മൂഡ് മാറിക്കഴിഞ്ഞാൽ അവൻ പറയാതിരിക്കാം. അപ്പം അള്ളാഹുവിന്റെ അനുവാദം വേണം. പക്ഷെ ചെയ്യണമെന്ന് തീരുമാനിച്ചതാരാ? ഈ ആളാണ് അല്ലെ? ഈ ചോയ്സ് ആരാ ചെയ്യുന്നത്, എടുക്കുന്നത്? നമ്മളാണ്. ചൂസ് ചെയ്യുന്നത് നമ്മളാണ്, എന്താ ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കാൻ. ആ ചോയ്സ് വെച്ചിട്ട് നമ്മൾ എന്താണ് കാര്യങ്ങൾ ചെയ്യുന്നത്. നമ്മളുടെ ചോയ്സിനാണ് നമുക്ക് ശിക്ഷ അല്ലെ? അതുകൊണ്ടാണ് ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് എന്ന് പറയുന്നത്. നമ്മൾ നീയത്താണ്, നമ്മളുടെ ചിന്തയാണ്, നമ്മളുടെ തീരുമാനമാണ്. അപ്പൊ നമ്മൾ ചെയ്യാൻ വിചാരിച്ച പല കാര്യങ്ങളും നടക്കാറില്ല അള്ളാഹിന്റെ അനുവാദം ഇല്ലാത്തതുകൊണ്ട്. അപ്പം നമ്മൾ കാര്യങ്ങൾ നടക്കണമെങ്കിൽ അള്ളാഹിന്റെ അനുവാദം വേണം. പക്ഷെ എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. ആ നമ്മളുടെ ചൂസ് ചെയ്യുന്ന നമ്മളുടെ തീരുമാനങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ചോയ്സിനാണ് നമുക്ക് ഹിസാബ്, നമ്മൾ ശിക്ഷിക്കപ്പെടണോ അല്ലെങ്കിൽ നമുക്ക് പ്രതിഫലം തരണോ എന്നുള്ളത്. അപ്പം ഒരാൾ കളവ് പറയാൻ വിചാരിച്ചാലും അള്ളാഹു അനുവദിച്ചിട്ടില്ലെങ്കിൽ കളവ് പറയാൻ പറ്റൂല. അള്ളാഹു അവന് കളവ് പറയാനുള്ള കഴിവ് കൊടുത്തിട്ടില്ലെങ്കിൽ പറ്റൂല. ഇനി ഒരാൾ കളവ് പറയാന്ന് വിചാരിച്ചോ, അയാൾ കളവ് പറയാൻ തുടങ്ങുമ്പോൾ അള്ളാഹു അയാളുടെ നാവ് ഫ്രീസ് ചെയ്യിക്കുക. ഓക്കെ, ഒരിക്കലും അയാൾക്ക് കളവ് പറയാൻ പറ്റൂല. പിന്നെ അയാൾക്ക് എന്ത് പരീക്ഷണം ഉള്ളത് അല്ലേ? അയാൾക്കറിയാം കളവ് പറയാൻ പാടില്ല, സത്യമേ പറയാൻ പാടുള്ളൂ എന്ന്. പക്ഷെ അള്ളാഹ് വിചാരിക്കണില്ല തിന്മകളൊന്നും നടക്കാൻ പാടില്ല ദുനിയാവിൽ, ഒരു മോശം കാര്യങ്ങളും നടക്കാൻ പാടില്ല. അതുകൊണ്ട് ഇവൻ കളവ് പറയാൻ വേണ്ടി നാവ് പൊക്കുമ്പോൾ അവന്റെ നാവ് അവിടെ ഫ്രീസ് ചെയ്യിക്കണം, അവനെ കൊണ്ട് പറയിപ്പിക്കണ്ട. പിന്നെ ഈ ഭൂമിയിൽ എന്ത് പരീക്ഷണം ഉള്ളത്? അപ്പൊ മോശം കാര്യങ്ങൾ നടത്തുന്നത്, അതിന് അനുവാദം കൊടുക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ്. അത് നമ്മളുടെ ജീവിതത്തിലെ പരീക്ഷണത്തിന്റെ ഭാഗമാണ്. അപ്പം നമുക്ക് മനുഷ്യന്മാർക്ക് എന്തുണ്ട്? ചോയ്സ് ഉണ്ട് അല്ലേ? നന്മ ചെയ്യണോ തിന്മ ചെയ്യണോ എന്ന് തീരുമാനിക്കാം, എന്നിട്ട് അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അത് ചെയ്യാനുള്ള അനുവാദം തരുന്നത് റബ്ബാണ്. നമുക്ക് ഒരു ഖുദ്സിയായ ഒരു ഹദീസ് നമ്മൾ പറയാറുണ്ട് അല്ലേ? നമ്മൾ ഫർളുകൾ ചെയ്ത് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് അടുക്കുന്നു, സുന്നത്തുകൾ ചെയ്തിട്ട് അള്ളാഹുവിന്റെ സ്നേഹം തേടുന്നു. അതിനുശേഷം നമ്മളുടെ ആ വ്യക്തിയുടെ കണ്ണും കയ്യും കാതും ഒക്കെ അള്ളാഹു ആണെന്ന് പറയാറുണ്ട് അല്ലെ? സുബ്ഹാനല്ലാഹ്. അതിനുശേഷം അള്ളാഹിന്റെ തൗഫീഖാണ്, അവന് നന്മകൾ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ, നന്മകൾ ചെയ്യാനുള്ള എളുപ്പവും അള്ളാഹ് കൊടുക്കും. അപ്പൊ അതിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ നമ്മൾ അള്ളാഹുലേക്ക് ഓടി അടുക്കാൻ വേണ്ടി ശ്രമിക്കണം. അപ്പൊ നമുക്ക് കൂടുതൽ കൂടുതൽ നന്മകൾ ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ തിന്മയിലേക്കാണ് നമുക്ക് കൂടുതൽ ചായ്വെങ്കിൽ നമ്മൾ കൂടുതൽ 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 തിന്മകളിലാണ് ചെന്ന് പെടുക. അപ്പൊ ഇത് രണ്ടും അള്ളാഹിന്റെ അനുവാദമാണ്, പ്ലസ് നമ്മളുടെ ചോയ്സിനാണ് നമുക്കവിടെ ഹിസാബ്, നമുക്കവിടെ പ്രതിഫലം, നമുക്കവിടെ ശിക്ഷ. ഓക്കെ, അല്ലെങ്കിൽ പിന്നെ അള്ളാഹു തിന്മകൾ അനുവദിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടെ പരീക്ഷണം ഇല്ല അല്ലെ? ഇവിടെ പരീക്ഷണം ഇല്ലെങ്കിൽ പിന്നെ പണിഷ്മെന്റ്, ശിക്ഷയ്ക്ക്, നരകത്തിന് ഒരു അർത്ഥമില്ലാണ്ടായി പോകും അല്ലേ? അപ്പൊ നമ്മൾക്ക് ചോയ്സ് തരണം എന്നുണ്ടെങ്കിൽ നന്മയും തിന്മയും ദുനിയാവില് വേണം. അപ്പൊ അള്ളാഹുവിന്റെ അനുവാദം ഉണ്ടെങ്കിൽ തന്നെ നന്മയും തിന്മയും നടക്കുള്ളൂ. നമുക്ക് ശിക്ഷയും രക്ഷയും തരുന്നത് നമ്മളുടെ ചോയ്സിനനുസരിച്ചാണ്, നമ്മളുടെ നിയത്തിനനുസരിച്ചാണ്. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല അനുവദിക്കുന്നതെല്ലാം അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളായിക്കൊള്ളണമെന്നില്ല. പലതും പരീക്ഷണാർത്ഥം അള്ളാഹു അനുവദിക്കുന്നതാണ്. അത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഓക്കെ,
അപ്പൊ നമ്മള് ഒരു കുട്ടി, ഓക്കെ, കുട്ടി ഒരു ചെയറിന്റെ മുകളിൽ പറ്റിപ്പിടിച്ച് കയറുക, ഒരു 1.5 വയസ്സുള്ള കുട്ടിയാന്ന് വിചാരിക്കുക. അപ്പൊ നമ്മളിങ്ങനെ പറയണ്ടേ, ഇറങ്ങിക്കേ, താഴെ ഇറങ്ങിക്കേ, നീ കയറി കഴിഞ്ഞാൽ വീണു പോവേ എന്ന് പറയുന്നുണ്ട്. കുട്ടി കേൾക്കുന്നില്ല, കുട്ടി കയറിക്കൊണ്ടേ ഇരിക്കുക. ചില പാരന്റ്സ് വേഗം പിടിച്ചിട്ട് താഴെ ഇടും, കയറണ്ട എന്നുള്ള രീതിയിൽ ചെയർ അങ്ങോട്ട് മാറ്റി വെക്കും, അല്ലെങ്കിൽ ചെയർ എന്തിന്റെ മേലെ കയറ്റി വെക്കും, കയറാൻ പറ്റാത്ത രീതിയിൽ. എന്നാൽ വേറെ ചില പാരന്റ്സിന്റെ സ്റ്റെപ്പ് എങ്ങനെയായിരിക്കും വെച്ചാൽ അവൻ കയറട്ടെ, കയറിയിട്ടൊന്ന് വീഴട്ടെ, വീഴുമ്പോൾ പഠിക്കുമല്ലോ അല്ലെ. അങ്ങനെയുള്ള പാരന്റ്സും ഉണ്ട്. നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഇതെന്താ ഇത് പിടിക്കാത്തതെന്നൊക്കെ നമുക്ക് തോന്നിയേക്കാം. പക്ഷെ ആ പാരന്റ് വിചാരിക്കുന്നത് എന്താ, അവൻ കയറിയിട്ടൊന്ന് വീഴട്ടെ, ഒരു പ്രാവശ്യം വീഴുമ്പോൾ കാര്യം പഠിക്കുമല്ലോ എന്നാണ് അല്ലെ. ഒന്ന് വേദന ആവുകയും ചെയ്യും, കരയുകയും ചെയ്യും. പക്ഷെ അതിന്റെ അർത്ഥം ഈ പാരന്റ് ഭയങ്കര ദുഷ്ടനാണ്, ഈ ഉമ്മ ഭയങ്കര ദുഷ്ടത്തിയാണെന്നല്ല അല്ലെ. സുബ്ഹാനല്ലാഹ്. ആ ഉമ്മ അതിനെ അനുവദിച്ചത് എന്തിനു വേണ്ടിയിട്ടാ? അത് കൂടുതൽ ഹൈറായ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് അല്ലെ. ആ കുട്ടി പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഉമ്മക്ക് യാതൊരു കാരുണ്യവും ഇല്ല, അല്ലെങ്കിൽ ഒരു റഹ്മത്തും ഇല്ല, അങ്ങനെ ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റൂല അല്ലെ. കാരണം ആ ഉമ്മയുടെ അപ്രോച്ച് വേറെയാണ്. അതാണ് അള്ളാഹു സുബ്ഹാനഹു തആലയുടെയും അപ്രോച്ച്. അള്ളാഹു പലപ്പോഴും നമ്മളെ വീഴാൻ അനുവദിക്കുകയാണ്. അതുവഴി നമുക്ക് ലെസൺസ് ലേൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നമുക്ക് പ്രതിഫലം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, നമുക്ക് സ്വർഗം തരാൻ വേണ്ടിയിട്ടാണ്, നമ്മൾക്ക് ക്ഷമിക്കാനുള്ള അവസരങ്ങൾ തരാണ് അല്ലെ. അപ്പം അള്ളാഹു, ഈ ലോകത്ത് ഒരുപാട് തിന്മകളുണ്ട്, ഒരുപാട് തെറ്റുകൾ നമ്മുടെ ചുറ്റുപാട് നടക്കുന്നുണ്ട്. പക്ഷെ അതെല്ലാം അള്ളാഹ്ക്ക് ഇഷ്ടമായിട്ടില്ല, അള്ളാഹ് അനുവദിക്കുന്നതാണ്. പക്ഷെ അള്ളാഹ് അനുവദിച്ചാലേ നടക്കുകയുള്ളൂ. അള്ളാഹു അനുവദിക്കുന്നതിന്റെ പിന്നിലുള്ള കാരണം എന്താണ്? അതൊക്കെ പരീക്ഷണങ്ങളാണ്. ഇതൊക്കെ ഉപയോഗിച്ചിട്ട് സ്വർഗം ഉണ്ടാക്കലാണ് നമ്മളെ പരിപാടി, നമ്മളെ ഡ്യൂട്ടി. അത് നമുക്ക് തന്നിട്ടുള്ളത് അതാണ്. നമ്മൾ അറിഞ്ഞിരിക്കുക നന്മയും തിന്മയും എന്താണെന്ന്, അത് മനസ്സിലാക്കുക, നമ്മളുടെ ചുറ്റുപാടും തിന്മ കാണുമ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുക, അതുപയോഗിച്ച് സ്വർഗം ഉണ്ടാക്കാൻ നോക്കുക. അല്ലാണ്ട് ദുനിയാവ് മുഴുവനും നന്മയാക്കിയിട്ട്, നാട്ടുകാരെ മുഴുവനും നന്നാക്കിയിട്ട് പിന്നെ നമ്മൾ സ്വർഗം ഉണ്ടാക്കാന്ന് വിചാരിക്കുന്നത് ശുദ്ധ വെട്ടിത്താണ്. എല്ലാത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് സ്വർഗം ഉണ്ടാക്കുക, എല്ലാ പരീക്ഷണങ്ങളെയും നടുവിൽ നിന്നുകൊണ്ട് ക്ഷമിച്ചുകൊണ്ട് അള്ളാഹിന്റെ കൽപ്പനകൾ അനുസരിക്കാൻ വേണ്ടി ശ്രമിക്കലാണ് ഈ ഭൂമിയിലെ പരീക്ഷണം. അല്ലെങ്കിൽ ഇത് സ്വർഗമായി പോവായിരുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട് പരീക്ഷണങ്ങൾ ഉള്ളിടത്തൊക്കെ അല്ലെ. എന്തൊരു കാര്യം നമ്മളുടെ മുമ്പിൽ വന്നാലും ഏറ്റവും ഹയറായത്, നമ്മുടെ ഇഹത്തിലേക്കും പരത്തിലേക്കും ഹയറായത് ചൂസ് ചെയ്യാനുള്ള ഫ്രീഡം നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടുണ്ട്. ഓക്കെ, മനുഷ്യന്മാർക്ക് ജിന്നുകൾക്ക് മാത്രം അള്ളാഹു തന്നിട്ടുള്ള ഒരു കഴിവാണത്. അതിനനുസരിച്ചാണ് നമുക്ക് ഹിസാബ് നടക്കുന്നത്, അതിനനുസരിച്ചാണ് നമുക്ക് പ്രതിഫലവും ശിക്ഷയും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിക്കുന്നത്. അപ്പം ഇവിടെ ബനു ഇസ്രായേൽ അവര് മാജിക് പ്രാക്ടീസ് ചെയ്തു. പക്ഷെ അവർക്ക് അള്ളാഹുവിന്റെ അനുവാദം ഇല്ലാതെ ആർക്കും ഒരു ഉപദ്രവവും വരുത്താൻ പറ്റൂലായിരുന്നു. അള്ളാഹ് അനുവദിച്ചാൽ മാത്രമേ അവരുടെ സെഹ്റ അല്ലെങ്കിൽ അവരുടെ മാജിക്കിന് ഇഫക്റ്റ് ഉണ്ടാവുമായിരുന്നുള്ളൂ. അപ്പം നമ്മളുടെ എല്ലാ ആക്ഷൻസിന്റെ മേലും അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് കൺട്രോൾ ഉണ്ട് അല്ലെ. പലതും നമ്മൾ വളരെ ഈസി ആയിട്ട് നടക്കുന്നു വിചാരിച്ച് പല കാര്യങ്ങളും നടക്കാറില്ല, കാരണം അള്ളാഹിന്റെ കൺട്രോൾ ഉണ്ട് അവിടെ. എന്നാൽ തീരെ നടക്കൂല എന്ന് വിചാരിച്ച് നമ്മൾ സ്വപ്നം പോലും കാണാത്ത പല കാര്യങ്ങളും ജീവിതത്തിൽ നടക്കാറുണ്ട്. നമ്മൾ ശ്രമിക്കാത്ത പല കാര്യങ്ങളും നടക്കാറുണ്ട്, നമ്മൾ ശ്രമിച്ച പല കാര്യങ്ങളും നടക്കാറില്ല. അതൊക്കെ അള്ളാഹിന്റെ കൺട്രോളാണ് അതിന്റെ മേലെയൊക്കെ ഉള്ളത്. അപ്പം അതോറിറ്റി, പവർ, കഴിവ്, അധികാരം അള്ളാഹ്ക്കാണ് അല്ലെ. വമാഹും ബിദ്ദാരീന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബിഇദ്നില്ലാ. അപ്പം അവർക്ക് അള്ളാഹുവിന്റെ അനുവാദം ഇല്ലാതെ ഒരാൾക്കും ഒരു ഉപദ്രവവും വരുത്താൻ കഴിയുമായിരുന്നില്ല. അവരിതൊക്കെ പഠിച്ച് കുടുംബങ്ങൾ തമ്മിൽ ഭിന്നിപ്പിക്കാനൊക്കെ ശ്രമിക്കുമായിരുന്നു. പക്ഷെ അള്ളാഹിന്റെ അനുവാദം ഇല്ലാതെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുമായിരുന്നില്ല. പക്ഷെ അവരിവിടെ തിന്മ ചെയ്തത് അവരുടെ റെക്കോർഡിൽ വന്നു അല്ലെ. അപ്പൊ നമ്മൾ തന്നെ ആർക്കെങ്കിലും അങ്ങനെ പറ്റൂലല്ലോ, ഓൾ അങ്ങനെ വിട്ടാൻ പറ്റൂലല്ലോ എന്ന് വെച്ച് നമ്മൾ എന്തെങ്കിലും ഉപദ്രവം വരുത്താൻ വേണ്ടി ഇറങ്ങി തിരിച്ചാലും ആ ഉപദ്രവം അള്ളാഹ് അനുവദിച്ചാലേ അവർക്ക് ഉപദ്രവം ഉണ്ടാവുള്ളൂ. ഈവൻ പ്രത്യക്ഷത്തിൽ ഒരു പക്ഷെ നമുക്ക് ഉപദ്രവമായി തോന്നിയാൽ പോലും അത് അവർക്ക് ഹൈറാക്കി കൊടുക്കാൻ അള്ളാഹ്ക്ക് പറ്റും അല്ലെ. പക്ഷേ നമ്മളെ ഈ നീയത്തിനാണ് നമ്മൾ പിടിക്കപ്പെടുന്നത്. നമ്മൾ അവർക്ക് ഉപദ്രവം ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് നമ്മുടെ ചോയ്സിനാണ് നമ്മൾ പിടിക്കപ്പെടുന്നത്. സുബ്ഹാനല്ലാഹ്. വയതഅല്ലമൂന, അവർ പഠിക്കുമായിരുന്നു. ഇവിടെ യതഅല്ലമൂന യുഅല്ലിമൂനയിൽ നിന്ന് ഡിഫറെന്റ് ആണ്. നമ്മൾ മുമ്പ് യുഅല്ലിമൂന പറയുന്നു, യുഅല്ലിമൂന അവർ പഠിപ്പിക്കുകയാണ്, യതഅല്ലമൂന അവർ പഠിക്കുന്നു. ഓക്കെ, അപ്പൊ അവര് പഠിക്കുമായിരുന്നു. മാ യദുറുഹും, അവർക്ക് ഉപദ്രവമുള്ള കാര്യങ്ങള്. ഓക്കെ, അവർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അവർ പഠിച്ചുകൊണ്ടിരുന്നത്. വലാ യൻഫഉഹും, അവർക്ക് ഒരു പ്രയോജനവും ഇല്ലാത്ത കാര്യങ്ങൾ. അപ്പൊ അവർ പഠിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ എന്താണ്? അവർക്ക് സ്വയം ഉപദ്രവമാണ് അല്ലെ. എന്നാ ഒരു പ്രയോജനം ഇല്ല താനും. ഈ സെഹർ എന്ന് പറയുന്നത്, സെഹർ ചെയ്യുന്ന ആൾക്ക് ഉപദ്രവം മാത്രമേ ഉണ്ടാക്കുള്ളൂ അല്ലെ. അയാൾ ക്ലിയർ ആയിട്ട് ഷിർക്ക ചെയ്യുന്നത്, കുഫ്ര ചെയ്യുന്നത്. ഇനി
ഐഹികമായിട്ട് തന്നെ എന്തെങ്കിലും ഒരു ഗുണം അതിനകത്ത് ഉണ്ടാക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതും ഒരിക്കലും നടക്കൂല അല്ലേ. പലപ്പോഴും കുടുംബങ്ങൾ തമ്മിൽ ഇപ്പം എന്താണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ തെറ്റിക്കാൻ നോക്കുന്നവരൊക്കെ അവര് വിചാരിക്കും ഇതുകൊണ്ട് എന്തൊക്കെയോ നേട്ടങ്ങൾ അങ്ങ് ഉണ്ടാവുന്നു. അവർ ഓൾറെഡി അവരുടെ പരലോകം ഇല്ലാതാക്കി ഇഹലോകത്ത് പോലും അവര് വിചാരിച്ചതൊന്നും നടക്കാറില്ല. നമ്മുടെയൊക്കെ മുമ്പിലല്ലേ പല കുടുംബങ്ങളിലും അത്തരത്തിലുള്ള ഉദാഹരണങ്ങളൊക്കെ നടക്കുന്നതും ഒക്കെ കേൾക്കാറുണ്ട്. ആ ഉപദ്രവം വരുത്തണം എന്ന് വിചാരിച്ച ആൾക്കാർക്ക് അൾട്ടിമേറ്റ്ലി ഇഹത്തിലും ഗുണം കിട്ടൂല, പരത്തിലും ഗുണം കിട്ടൂല. അപ്പം വലായം ഫാഹും അവർക്ക് ഉപകാരമുള്ളതൊന്നും അല്ല അവര് പഠിക്കുന്നത്, ഉപകാരമുള്ളതല്ല, അവർക്ക് സ്വയം ഉപദ്രവം വരുത്തി വെക്കുന്നത് മാത്രമാണ് അവര് ചെയ്യുന്നത് അല്ലേ. മറ്റുള്ളവർക്ക് ഉപദ്രവം വരുത്തണം എന്നാണെങ്കിൽ അവർ തീരുമാനിച്ചാലോട്ട് നടക്കുകയില്ല. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ തീരുമാനിക്കുകയും വേണം. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമുക്ക് ഇത്രയും പറഞ്ഞ് നിർത്താം. ഈ ആയത്തിന്റെ കണ്ടിന്യൂഷൻ ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചത്തെ ക്ലാസ്സിൽ. അപ്പം എക്സാമിനും ഇതുവരെ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇത്രയും പറഞ്ഞത് വരെയുള്ള വാക്കുകളും വാക്കർത്തും തഫ്സീറും ഒക്കെ ഉണ്ടാവുള്ളൂ. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ ഇന്നി അബ്ദുക ഇബ്നു അബ്ദിക ابن أمتك ناصيتي بيدك ماض في حكمك عدل في قضاءك أسألك بكل اسم هو لك سميت به نفسك أو أنزلته في كتابك أو علمته أحدا من خلقك أو استأثرت به في علم الغيب عندك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي. اللهم إني أعوذ بك من لا اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشى ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. ربنا اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين فاستغفره إنه هو الغفور الرحيم. وآخر دعوانا عن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.